ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ദുനിയാവിലെ വിജയാരാ, ദുനിയാവിലെ വിജയാരാ. മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ, വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ, കടന്നു വരികയാ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരുന്ന രൂപമെങ്ങനാ? നമസ്കരിച്ചവരാണോ, നോമ്പ് പിടിച്ചവരാണോ, സക്കാത്ത് കൊടുത്തവരാണോ, നന്മകൾ ചെയ്തവരാണോ, ഉംറകൾ ചെയ്തവരാണോ, ഹജ്ജുകൾ ചെയ്തവരാണോ, തൗബ ചെയ്തവരാണോ, സദഖകൾ കൊടുത്തവരാണോ, വഅദ് കേട്ടവരാണോ, ജീവിതത്തിലേക്ക് പഠിച്ചവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? പുഞ്ചിരിച്ചുകൊണ്ട് അസ്റായീൽ കടന്നു വരികയാ, സുഗന്ധമെന്ന പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് ഈമാനികപരമാകുന്ന ആവേശത്തോടെ അസ്റായീൽ കടന്നു വരികയാ. എന്നാൽ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, മോശത്തരങ്ങൾ ചെയ്തുകൊണ്ട്, ഹറാമുകൾ ചെയ്തുകൊണ്ട്, ലോട്ടറി എടുത്തുകൊണ്ട്, ഹാൻഡ്സ് വെച്ചുകൊണ്ട്, ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഓടിയവരാണോ, നടന്നവരാണോ, എഴന്നവരാണോ? നിങ്ങളുടെ വീട്ടിലേക്ക് അസ്റായീൽ കടന്നു വരുന്നത് എങ്ങനാ? മുഖമെല്ലാം കറുത്തിരുണ്ടുകൊണ്ട് കടന്നു വരികയാ, ദുർഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട്, മുഖമെല്ലാം കറുത്തിരുണ്ടുകൊണ്ട് പേടിപ്പിക്കുന്ന രീതിയിൽ ജട പിടിച്ച മുടിയുമായിട്ട് അസ്റായീൽ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിക്കുമ്പോ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് അസ്റായീലിനോട് പറയുകയാ, വേദനിക്കുന്ന അസ്റായീലേ, നൊമ്പരമാണ് അസ്റായീലേ, പേടിയാണ് അസ്റായീലേ, സഹിക്കാതെ കഴിയുന്നില്ല അസ്റായീലേ, നൊമ്പരമാ, താങ്ങാതെ കഴിയുന്നില്ല, എന്നെയൊന്ന് വെറുതെ വിടുമോ, എന്നെയൊന്ന് വെറുതെ വിടുമോ? ഈ മനോഹരമാകുന്ന സദസ്സില് നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, 60 വയസ്സുള്ള വാപ്പ, 70 വയസ്സുള്ള വാപ്പ, 40 വയസ്സുള്ള ഉമ്മ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഞാനും നിങ്ങളുമുണ്ടല്ലോ, അസ്റായീലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, നൊമ്പരമാ, പേടിയാ, സഹിക്കാൻ കഴിയുന്നില്ല. അസ്റായീൽ പറയുകയാ, അനുഭവിക്കണോ, വേദനിക്കണോ, സങ്കടപ്പെടണോ? ഒരുപാട് തെറ്റുകൾ ചെയ്തവനല്ലേ, സിനിമ കണ്ടവനല്ലേ, സീരിയൽ കണ്ടവളല്ലേ, ഹറാം ചെയ്തവളല്ലേ, മുഖം മറക്കാതെ, തട്ടമിടാതെ, തലമറക്കാതെ ഓടി നടന്നവരല്ലേ. എന്നാൽ അസ്റായീൽ പറയുകയാ, അനുഭവിക്കടാ, വേദനിക്കടാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായീലിന്റെ പ്രിയപ്പെട്ടവരെ റൂഹ് പിടിക്കുമ്പോ, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ ദഖലൽ ജന്നാ, സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ദുനിയാവിലെ വിജയാരാ, ദുനിയാവിലെ വിജയാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയോ, തൊണ്ടക്കുഴിയിൽ നിന്ന് അസ്റായീൽ റൂഹ് പിടിക്കുമ്പോ ആരെങ്കിലും ഒരാൾ, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് സൗഭാഗ്യവാനെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റായീൽ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ
അവരാണ് അൽഹംദുലില്ലാ ഈ ദുനിയാവിലെ വിജയം ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെ മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ നാട്ടിലെ പള്ളി പ്രസിഡന്റ് അല്ല ഏറ്റവും നല്ലവൻ, നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഖത്തീബല്ല ഏറ്റവും നല്ലവൻ, വഅദ് പറയണ ആശിഖ് ദാരിമിയല്ല ഏറ്റവും നല്ലവൻ. ഏറ്റവും നല്ലവൻ ദുനിയാവിലെ വിജയ് അവൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ചില ആളുകളൊക്കെ പറയുന്ന ഒരു പരാതി, ഉസ്താദേ ഞങ്ങൾ കറുത്തുപോയി ഉസ്താദേ. എന്താ പറയണേ? ഞങ്ങൾ കറുത്തുപോയി ഉസ്താദേ. ചില ചെറുപ്പക്കാരോട് പറയും, എടാ ചങ്ങാതി നീ പെണ്ണ് കാണാൻ പോയോ? കാണാൻ പോയി ഉസ്താദേ. കൊള്ളാവോ? കുഴപ്പമൊന്നുമില്ല ഉസ്താദേ, പക്ഷെ ഓള് കറുത്തിട്ട ഉസ്താദേ. എന്താ പറയണേ? കുഴപ്പമൊന്നുമില്ല ഉസ്താദേ, ഓള് കറുത്തിട്ട ഉസ്താദേ എന്ന് പറയുന്നവരുണ്ട്. മോനെ, കറുത്ത പെണ്ണിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഉസ്താദ് എന്നാ ഞങ്ങൾ ഊരിത്തരാം എന്നായിരിക്കും ചില ആളുകൾ വിചാരിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയണത്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാനും സൗഭാഗ്യവതിയും മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരാ. ഞാൻ പറഞ്ഞു, ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ ഞങ്ങൾക്ക് നിറവില്ല ഉസ്താദേ, ഞങ്ങൾക്ക് നിറവില്ല ഉസ്താദേ. എന്നോട് കാസർഗോഡ് ഒരു ക്രീമിന്റെ ഒരു മുതലാളി പറഞ്ഞു, ഉസ്താദേ ഏറ്റവും കൂടുതൽ ക്രീം വാങ്ങുന്നത് കൊല്ലം ജില്ലക്കാരാ. എന്താ പിരിസപ്പാടെന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്, ഒരു മഞ്ഞ ക്രീം. ഈ ക്രീമിന്റെ മുതലാളിയാ ഉസ്താദേ ഞാൻ. ഏറ്റവും കൂടുതൽ ക്രീം വാങ്ങുന്നവർ കൊല്ലം ജില്ലക്കാരാ ഉസ്താദേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു ക്രീമും ഇട്ട് നിന്റെ മുഖം എന്റെ പ്രിയപ്പെട്ടവരെ വെളുപ്പിക്കണ്ട. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറഞ്ഞു, എടോ ദുനിയാവിൽ നീ കറുത്തിരുന്നാലും മരിക്കണ സമയത്ത് എങ്ങനെ മരിക്കണം? ഈമാനോടെ മുഖമെല്ലാം പ്രകാശിച്ചു മരിക്കണം. നമ്മുടെ ജനാസയുടെ ചാരത്ത് വന്ന് നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നമ്മുടെ ജനാസയുടെ ചാര വന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ദുആ ചെയ്യണം, അല്ലാ ഇവൻ മരിച്ചു കിടക്കണത് പോലെ ഞങ്ങളെ നീ പുഞ്ചിരിച്ച് മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അങ്ങനത്തെ നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ ചോദിക്കട്ടെ, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്ന് കൈപൊക്കിയപ്പാ. ഇൻഷാ അല്ലാഹ് പൊക്കാത്തവർക്ക് അല്ലാഹു പൊക്കാനെങ്കിലും സൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിൽ ചെയ്താൽ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. അല്ലെ, ഞാന് ഒരു 2 മാസം മുമ്പ് വയനാട് ജില്ലയിൽ ഒരു പ്രസംഗത്തിന് പോകാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ നിന്നൊരു ട്രെയിനിൽ കയറി കോഴിക്കോട്ടേക്കാ പോകണം. എന്റെ സീറ്റിന്റെ തൊട്ടിപ്പുറത്ത് ഒരു 4 ചെറുപ്പക്കാർ ഇരിക്കാനുണ്ട്. അപ്പൊ ഞാൻ തൊപ്പിയൊന്നും ഇട്ടിട്ടില്ല, തൊപ്പി ഇടാതെ ഇരിക്കണേ. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദിനെ എവിടെ കണ്ടുപരിചയുണ്ട്, ഉസ്താദ് ആ തൊപ്പി ഒന്ന് എടുത്തിടുമെന്ന് ചോദിച്ചു. ഞാൻ തൊപ്പി എടുത്തിട്ടു. മനസ്സിലായില്ല ഉസ്താദ്, ആ ഷാളും കൂടി ഒന്ന് എടുത്തിടുമെന്ന് ചോദിച്ചു. ഞാൻ ഷാളും എടുത്തിട്ടു. അപ്പൊ എന്നോട് ആ ചങ്ങാതി പറഞ്ഞു, ഉസ്താദേ നിങ്ങളല്ല ആശിഖ് ദാരിമി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ആള്. ഞാൻ ചോദിച്ചേട്ടാ ചങ്ങാതി, നീ എന്റെ കൂടെ ഇത്രയും നേരം ഇരുന്ന് യാത്ര ചെയ്തിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഉസ്താദേ നിങ്ങളുടെ പ്രഭാഷണം ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട് ഉസ്താദേ. അതിലെല്ലാം നിങ്ങൾ വെളുത്തിട്ടാ, നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ കറുത്തിട്ടാണെന്ന് ഒരു 4 ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞ. നമ്മൾ ദുനിയാവിൽ എത്ര കറുത്തിരുന്നാലും മരിക്കണ സമയത്ത് എങ്ങനെ മരിക്കണം? മുഖമെല്ലാം പ്രകാശിച്ച് മരിക്കണം. അങ്ങനെ മരിക്കണമെങ്കിൽ 4 കാര്യം. ഈ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു 11 കാലിനുള്ളിൽ നമുക്ക് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വിട പറയണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എണ്ണിക്കോ. 1 പഠിക്കല്ലേ? ഉറപ്പല്ലേ? എന്നൊരു ഇൻഷാ അല്ലാഹ് പറയ്. പോരപ്പാ, ഇൻഷാ അല്ലാഹ് പറയ്. ഇൻഷാ അല്ലാഹ് 1 ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ. ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയമുള്ളവര് മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ, ഇഖ്ലാസോടെ മരിക്കണോ, അതപോടെ മരിക്കണോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് സഹാബത്തിന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, മരിക്കണം നബിയേ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം നബിയേ, ഈമാനോടെ മരിക്കണം നബിയേ. മദീനയുടെ നായകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, 4 കാര്യങ്ങള് ചെയ്യേണ്ടതാണ് സഹാബാ. സഹാബ സദാ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്
ഏതാണ് നബിയേ, ഏതാണ് റസൂലേ? മദീനയുടെ നായകനാകുന്ന നബി തങ്ങള് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഒന്നാമത്തേതാ എഴുതിയെടുക്കാൻ പറ്റുന്നവരതാ എഴുതിയെടുക്കുക. ആരെങ്കിലും ഒരാൾ ഖുർആൻ പഠിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ ആദരിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ ബഹുമാനിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിന്റെ അഹ്ലുകാർ ഹൃദയത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചാൽ, ആലിമീങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഖുർആൻ ഓദിക്കോ, ഖുർആനിനെ സ്നേഹിച്ചോ, ഖുർആനിനെ ബഹുമാനിച്ചോ, ഖുർആനിനെ ആദരിച്ചോ, ഖുർആനിനെ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് പ്രിയമുള്ളവരോട് പറയുന്നത്, മക്കളെ ഖുർആൻ പഠിപ്പിച്ചോ, മക്കളെ ഹാഫിളാക്കിക്കോ, മക്കളെ ഹാഫിളത്താക്കിക്കോ. എന്നാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മദ്രസയിലേക്ക് മക്കളെ അതാ പറഞ്ഞു വിട്ടാൽ, മക്കളെ അതാ ഖുർആൻ പഠിപ്പിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? പഠിച്ചുകൊള്ളുക, കേട്ടുകൊള്ളുക. ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ എല്ലാവരും അതാ വിട പറയുകയാ, മരിക്കുകയാ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ് ആശിഖ് ദാരിമി മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ ഖതീബ് മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ മുഅല്ലിം മരിച്ചിട്ടുണ്ട്, കമ്മിറ്റി ഭാരവാഹി മരിച്ചിട്ടുണ്ട്, നാട്ടിലെ ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട് എന്നതാ വിളിച്ചു പറയുകയാ. പടച്ചവനെ, നിന്റെ ജനാസയുടെ ചാരത്തേക്ക് കൂട്ടുകാര് കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങൾ കടന്നു വരികയാ, അയൽവാസികൾ കടന്നു വരികയാ, ശത്രുക്കൾ കടന്നു വരികയാ, സുഹൃത്തുക്കൾ കടന്നു വരികയാ, മാതാപിതാക്കൾ കടന്നു വരികയാ. ജനാസയുണ്ടല്ലോ കുളിപ്പിക്കുകയാ. പടച്ചവനെ, കഫം പുടവയിൽ പൊതിയുകയാ, അത്തറതാ പൂശുകയാ, എന്നിട്ടതാ സന്തൂക്കിലേക്ക് കയറ്റുകയാ. നീയതാ കരയുകയാ. വാപ്പാക്ക് ഖബറ് പേടിയാണോ, ഉമ്മാക്ക് ഖബറ് പേടിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒരാളും നിന്നെ പരിഗണിക്കൂല. അവരതാ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തൂക്കിലുണ്ടല്ലോ കൈവെക്കുകയാ, ചുമക്കുകയാ. പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. പള്ളി കാണാത്തവരെ, പള്ളിയുടെ കാർപ്പറ്റ് കാണാത്തവരെ, നിന്റെ ജനാസ എന്നെ പ്രിയപ്പെട്ടവരെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയോ, അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കുകയോ, എന്നിട്ടതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പാടി പറഞ്ഞത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടക്കു പകരോ മാളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണമെന്റെ പ്രിയമുള്ള പെങ്ങളെ, അറിയാതെ കരയണമെന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. എന്തെന്നറിയോ? പാമ്പുള്ള ഖബറാണ് അല്ലോ, തേലുള്ള ഖബറാണ് അല്ലോ, പുഴുക്കളുള്ള ഖബറാണ് അല്ലോ. എല്ലാവരും ആ ഖബറിനകത്ത് കിടക്കുമ്പോ മൂടുപലക വെക്കുകയാ, മണ്ണിങ്ങനെ വാരിയിടുകയാ, എല്ലാവരും അതാ പിരിഞ്ഞു പോകുകയാ. നീ അതാ കരയുകയാ, വേദനിക്കുകയാ, സങ്കടപ്പെടുകയാ. പടച്ചവനെ, നിന്റെ ശരീരമുണ്ടല്ലോ ഖബറിന്റെ പ്രിയമുള്ളവരെ ഇടുക്കുകയാ. പടച്ചവനെ, ഒന്നാമത്തെ ഊത്തതാ ഊതി കഴിയുമ്പോ എല്ലാവരും അതാ മരിക്കുകയാ.
പടിക്കുകയാ. രണ്ടാമത്തെ ഊതൂതുമ്പോ എല്ലാവരും അതാ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ തറയാണ്. അല്ലോ, കിലോമീറ്റർ കണക്കാന ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, തലയുടെ തൊട്ടുമുകളില് കടന്നു വന്നുകൊണ്ട് കത്തിച്ചൊലിക്കുകയാ. നീയതാ കരയുകയാ, നീയതാ വിറങ്ങലിക്കുകയാ. വിയർപ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ മുങ്ങി കുളിച്ചുകൊണ്ട് നീയതോ പടച്ചവനോട് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യുകയാ. സ്വർഗമാണോ നരകമാണോ ഹൗദുൽ കൗസറാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ രണ്ടുപേരെ കടന്നു വരികയാ. പടച്ചവന്റെ പരലോകത്ത് രണ്ടുപേരെന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. അവരുടെ പ്രത്യേകതയുണ്ടല്ലോ, അവര് പട്ടിന്റെ വസ്ത്രം ഇങ്ങനെ ധരിച്ചിരിക്കുകയാ. അവരുടെ തലയിലതാ താജുൽ വഖാർ എന്ന് പറയുന്ന കിരീടം ഇങ്ങനെ ധരിച്ചിരിക്കുകയാ. അള്ളാനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, അള്ളാഹുവേ പടച്ചവനെ, തലയിൽ കിരീടം വെച്ച് വരുന്ന രണ്ടുപേര് അവരാരാണ്? അല്ലാ, അവരാരാണ് റബ്ബേ? ആ സമയത്ത് അള്ളയതാ പറയുകയാ, ആരെന്നറിയോ? അതാരെന്നറിയോ? മക്കളെ ഖുർആൻ പഠിപ്പിച്ചവരാ, പെൺമക്കളെ ഹാഫിളത്താക്കിയവരാ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഖുർആനിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ഖുർആനിനെ ആദരിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരിക്കുമ്പോ ഈമാനോടെ ഇസ്സത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ഖുർആനിനെ സ്നേഹിച്ചാൽ, അവർ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും ഒന്നാമത്തെ വിഭാഗമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഖുർആൻ പഠിക്കുന്നവരുണ്ടെങ്കിൽ, ഹാഫിളിന് പഠിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് കൈവക്കപ്പ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? 1 2 3 ഉണ്ടോ? അവിടെ ഉണ്ടോ? നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഹാഫിളീങ്ങളാകാൻ ഖുർആൻ മനപ്പാഠം പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. മഅദല്ലാഹ്, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എത്ര മക്കളാ? ഉസ്താദെ 2 മക്കളുണ്ട്, രണ്ടുപേരും അല്ലെ വഫിയക്ക് പഠിക്കുക. അല്ലാഹു സാലിഹത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനുമായി ബന്ധപ്പെടുത്തണം, ഖുർആൻ പഠിക്കാൻ വിടണം. എന്നാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പറയുന്നത്, ഉസ്താദെ എനിക്ക് ക്യാൻസറാ ഉസ്താദെ. പല ആളുകളും പറയുന്നത്, ഉസ്താദെ ക്യാൻസറാ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, വല്ലാത്തൊരു സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവന്റെ നട്ടലിൽ എന്റെ പ്രിയപ്പെട്ടവരെ ക്യാൻസർ. അല്ലാഹുവേ നീ ശമനം കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. ഞാൻ ആ സഹോദരനോട് ചോദിക്കുമ്പോ ഓന് സങ്കടമൊന്നുമില്ല, പക്ഷെ ഓന്റെ ഉള്ളിന്റെ ഉള്ളറിയിൽ എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ അത് പറയുമ്പോ, അല്ലാഹുവേ നീ കാമിലാകുന്ന ശമനം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയാ, ഖുർആൻ പഠിക്കണം അല്ലെ. ചില ആളുകൾ പറയും, ഉസ്താദെ മാരകമാകുന്ന രോഗങ്ങൾ ഞങ്ങൾക്കുണ്ട് ഉസ്താദെ. ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ലിവർ രോഗമുണ്ടെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. മോനെ, ഏത് രോഗത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ എന്തുണ്ട്? ശമനമുണ്ട്. അതിനുള്ള ആയത്തുണ്ട്. മിക്ക ആളുകൾക്കും പരാതി ജോയിന്റുകൾക്ക് വേദന. എന്താ ജോയിന്റുകൾക്ക് വേദന? എല്ലാവരുടെയും പരാതി, ഉസ്താദെ നിസ്കരിക്കാൻ പറ്റണില്ല, മുട്ടുമടങ്ങണില്ല, ബാത്റൂമിൽ ഇരിക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല, എഴയാൻ പറ്റണില്ല, കുനിയാൻ പറ്റണില്ലെന്ന് പല ആളുകളും പറയാറുണ്ട് അല്ലെ. ഞാനൊരു ആയത്ത് പറഞ്ഞാൽ ഓതുവോ? ഒരായത്ത് പറഞ്ഞു തന്നാൽ ഓതുവോ? ഖുർആനിൽ കൈവേദന, കാലുവേദന, മുട്ടുവേദന, ഈ വേദനകൾ മാറാൻ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ഓതുവോ? ഓതുവോ? ഏതായത്ത്? ഏതാ? സൂറത്തുൽ ളുഹ. ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ളുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ സൂറത്ത് മുഴുവനായിട്ട് ആരെങ്കിലും ഒരാൾ ഊതിയിട്ട് കിടക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ തടവിയിട്ട് ഒന്ന് മന്ത്രിച്ചിട്ട്, സ്വയം മന്ത്രിച്ചിട്ട് അവരുടെ ജോയിന്റുകൾ ഇൻഷാ അല്ലാഹ് തടവിയാൽ നിങ്ങളുടെ അസുഖങ്ങൾക്ക്, ജോയിന്റുകൾക്ക് ശമനം ഉണ്ടാകുമെന്ന് ഒരു ചരിത്രം സാക്ഷിയാണ്. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ പറയണേ, ഖുർആനിൽ എന്തിനും ഏതിനും മരുന്നുണ്ട്. ചില ആളുകൾ പറയും, ഉസ്താദെ 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. എന്താ പറയണേ? 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഖുർആൻ
ഖുർആനിൽ ഒരു മഹനീയമാകുന്ന ഒരു ആയത്ത. മലപ്പുറം ജില്ലയിലെ തിരൂരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞു, മക്കളില്ല. 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞു, മക്കളില്ല. ഞാൻ 2 കൊല്ലം മോന്റെ നാട്ടിൽ വഅദ് പറയാൻ പോയവനാ. ആ 2 കൊല്ലം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് മക്കളില്ല, ഉസ്താദേ ദുആ ചെയ്യണം. വാട്സപ്പിലും മൊബൈൽ ഫോണിട്ട് വിളിച്ചാലും ഒക്കെ പറയണത് ഉസ്താദേ മക്കളില്ലെന്നാ. കഴിഞ്ഞ ദിവസം എന്റെ കണ്ടപ്പോ ചങ്ങാതി കരഞ്ഞിട്ട് പറയാ, ഉസ്താദേ ഞാൻ നിങ്ങൾ പറഞ്ഞു തന്ന ആയത്ത് ചൊല്ലി ഉസ്താദേ, അൽഹംദുലില്ലാ 10ാമത്തെ കൊല്ലമായപ്പോ എനിക്ക് നല്ല എന്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദേ എന്നൊരു പാവപ്പെട്ട സഹോദരൻ പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, ഒരായത്ത് പറഞ്ഞു തരാം. 10 കൊല്ലമായി മക്കളില്ലാത്തവര്, 5 കൊല്ലമായി മക്കളില്ലാത്തവര്, അല്ലെ ചില ആളുകളൊക്കെ പറയും ഉസ്താദെ 25 വയസ്സായി മൂക്കിൽ പല്ല് മുളച്ചു ഉസ്താദെ എനിക്ക് നല്ലൊരു ഭാര്യ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ഈ ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൽബറിഞ്ഞിട്ട് ഓതിയാൽ അപ്പുറത്തെ താത്ത വരൂല, നല്ലൊരു ഭാര്യ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു നൽകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഓതുവോ? ഏതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് യഥാ പറയുകയാ. 6000ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനാ, 114 സൂറത്തുകളുള്ള, 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന, ഒരുപാട് അഹ്കാമുകളുള്ള, ഒരുപാട് അഖ്ബാറുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് യഥാ പറയുകയാ. എഴുതിയെടുക്കാൻ പറ്റുന്നവരെന്റെ പ്രിയമുള്ളവരെ എഴുതിയെടുക്കുക. കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക. പടച്ചവനെ ലൈവിലൂടെ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ അതാ പഠിച്ചുകൊള്ളുക. ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് അങ്ങനെ അതാ പഠിച്ചുകൊള്ളുക. ഏതെന്നറിയോ 5 കൊല്ലമായി മക്കളില്ല, 10 കൊല്ലമായി മക്കളില്ല, നല്ലൊരു ഭർത്താവില്ല, ഭർത്താവ് കള്ളു കുടിക്കുന്നവനാ ഉസ്താദേ. കുടുംബ ജീവിതത്തില് ഖൈർ വേണമെന്ന് പറയുന്നവരോട് പറയുകയാ, ഏതാണ് ദുആ എന്നറിയോ? ഏതാണ് ആയത്തെന്നറിയോ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ, 5 വഖത്തിന് ശേഷം എന്റെ പ്രിയമുള്ളവരെ ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നതാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. ഇന്നത്തെ രാത്രിയുണ്ടല്ലോ, അസ്രായീലിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നാൽ അല്ലാഹുവേ ഈ ദുനിയാവ് നമുക്ക് നഷ്ടമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, കരഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇവിടെ ഇരിക്കുന്ന പാവങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, അനുഗ്രഹങ്ങൾ കൊടുക്കണേ അല്ലാ, മക്കളൊരു ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഖുർആനിനെ പ്രണയിച്ചോ, ഖുർആനിനെ ഇഷ്ടപ്പെട്ടോ, ഖുർആനിനെ ആദരിച്ചോ, അവനുണ്ടല്ലോ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 1ാമത്തെ വിഭാഗമാ. ഒരു ചരിത്രത്തിലേക്ക് കടക്കാൻ പോകുകയാ. ഏതെന്നറിയോ പെങ്ങളെ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? ഖബർ കണ്ടാൽ കരയുമല്ലോ ഉസ്മാൻ. ഉസ്മാൻ തങ്ങള് ഖബർ കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ കരയുമല്ലോ. ഉസ്മാൻ തങ്ങള് ഒരു ഖബറിന്റെ ചാരത്ത് കൂടെ കടന്നു പോയപ്പോ ഉസ്മാൻ തങ്ങളതാ കരയുകയാ. സഹാബത്ത് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാ, എന്തിനാ കരയുന്നത്? എന്തിനാ നൊമ്പരപ്പെടുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങളുണ്ടല്ലോ പറയുകയാ,
ആറടി മണ്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് ഈ ഉസ്മാൻ ഉണ്ടല്ലോ കിടന്നു കഴിഞ്ഞാൽ കൂട്ടുകാരില്ല, കൂടപ്പറപ്പില്ല. ഉസ്മാൻ തങ്ങളെ ഖലീഫയായപ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ, ഉസ്മാൻ തങ്ങളെ വകവരുത്തോൻ ശത്രുക്കള് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വീടിന്റെ വാതിലിന്റെ പ്രിയമുള്ളവര് അടച്ചിടുകയാ, കുറ്റിയിടുകയാ. ശത്രുക്കളാ വീടിന്റെ വാതിക്കൽ വന്ന് കാത്തു നിൽക്കുകയാ. ഊരിപ്പിടിച്ച കടാരി എടുക്കുകയാ, തീപന്തം എടുക്കുകയാ, വാളുകൾ എടുക്കുകയാ, പരിചകൾ എടുക്കുകയാ. ഉസ്മാനെ കൊല്ലണമല്ലോ, ഉസ്മാനെ ആക്രമിക്കണമല്ലോ, ഉസ്മാനെ തകർക്കണമല്ലോ. ശത്രുക്കളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമന് പാവമാണ് അല്ലോ, രക്ഷിക്കണേ അല്ലോ, ഖലീഫയാണ് അല്ലാ. ഉസ്മാൻ തങ്ങൾ പതറുന്നില്ല, ഉസ്മാൻ തങ്ങൾ തളരുന്നില്ല. ഉസ്മാൻ തങ്ങൾ പടച്ചവനെ സുന്നത്ത് നോമ്പ്, ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പെടുക്കുകയാ. ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ ഇബാദത്ത് ചെയ്യുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാ. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലോ, കുടിക്കാൻ വെള്ളമില്ലോ, കഴിക്കാൻ പഴങ്ങളില്ല. ഉസ്മാൻ തങ്ങളുണ്ടല്ലോ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരികയാ. മഗ്രിബിന്റെ സമയമാകുകയാ. കഴിക്കാൻ ഭക്ഷണമില്ലോ, കുടിക്കാൻ വെള്ളമില്ലോ, കഴിക്കാൻ പഴങ്ങളില്ല. മൂന്നാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ നോമ്പെടുക്കുകയാ. പടച്ചവനെ, മൂന്നാമത്തെ ദിവസമാകുമ്പോ മഗ്രിബിന്റെ സമയമാകുമ്പോ ദാരിദ്ര്യമാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമന് നോമ്പാണ് അല്ലോ, പരീക്ഷിക്കല്ലേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഉസ്മാൻ തങ്ങള് കയ്യിലേക്ക് ഖുർആൻ എടുക്കുകയാ. ഉസ്മാൻ തങ്ങള് കയ്യിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ എടുക്കുകയോ. എന്നിട്ടതാ മനോഹരമാകുന്ന രീതിയിൽ ഖുർആൻ ഓതുകയാ. മനോഹരമാകുന്ന ശബ്ദത്തിന്റെ ഉടമയെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുമ്പോ ഭാര്യ ഇങ്ങനെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ശബ്ദമുണ്ടല്ലോ വീടിന്റെ പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോ ശത്രുക്കളതാ വീടിന്റെ വാതിലിന്റെ പ്രിയമുള്ളവര് പൊളിക്കുകയാ, തകർക്കുകയാ. വീടിന്റെ അകത്തേക്ക് കയറി വരികയാ. ഊരിപ്പിടിച്ച കടാരയെടുക്കുകയാ. ഉസ്മാൻ തങ്ങളെ വെട്ടാൻ പോകുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ശത്രുക്കളുടെ കരങ്ങളിലേക്ക് പിടിക്കുകയാ. കൊല്ലല്ലേ, ആക്രമിക്കല്ലേ, കൊല്ലാൻ പാടില്ല. ശത്രുക്കളാ വാളെടുക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ കൈകളെന്റെ പ്രിയപ്പെട്ടവരെ അറുത്തു കളയുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വിട പറയുകയാ. ഇതൊന്നും അറിയാതെ ഖുർആൻ ഓതുമ്പോ ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്നിട്ടതാ ഉസ്മാൻ തങ്ങളുടെ വയറ്റിലേക്ക് ഊരിപ്പിടിച്ച കടാരയുണ്ടല്ലോ കൊത്തുകയാ. ഉസ്മാൻ തങ്ങൾ മരിക്കുകയാ. ഇന്നാ ലില്ലാഹ്. ഒരു പർവ്വതം ഇങ്ങനെ തകരുന്നത് പോലെ, ഒരു മല ഇങ്ങനെ തകരുന്നത് പോലെ ഖുർആൻ ഇങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഉസ്മാൻ തങ്ങള് താഴത്തേക്ക് വീഴുകയാ. അല്ലാഹുവേ പുഞ്ചിരിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങള് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയല്ലോ. എന്തുകൊണ്ടാ? അവര് ഖുർആനിനെ പ്രണയിച്ചവരാ, അവര് ഖുർആനിനെ ആദരിച്ചവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനിനെ പ്രണയിച്ചോ, ഖുർആനിനെ ആദരിച്ചോ. അൽഹംദുലില്ലാഹ്, മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുന്നതാ. ഉസ്മാൻ തങ്ങള്
ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോ മരിക്കുമ്പോ ഹീമാനോടെ മരിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ വരുതുമ്പോ അല്ലാഹുവേ ആ ഖുർആനിനെ പ്രണയിച്ചു മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഒരു പേജ് ഖുർആനെങ്കിലും ഓതുന്നവരുണ്ടെങ്കിൽ എന്ന് കൈവക്കിയപ്പ ഇൻഷാ അല്ലാഹ് അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പേജെങ്കിലും ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരായത്തെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് ഓതാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെയും നിങ്ങളുടെയൊക്കെ ആഗ്രഹവാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളെ ഖിനാവിൽ കാണുക അല്ലേ? ഞാൻ ചോദിച്ചു മദീന കാണാത്തവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ എത്രയോ സാധുക്കളാ പടച്ചവനെ കൈമുക്കിയത്. റഹ്മാനെ, അടുത്ത റബീഉൽ അവ്വലിന് മുമ്പ് മദീന കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റബ്ബേ. ഉംറ ചെയ്യാൻ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റബ്ബേ. ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം, അത് ചൊല്ലിയാൽ ഉംറയും ചെയ്യാം, റസൂലുള്ളാഹി കിനാവിൽ കാണാൻ കഴിയും. ചൊല്ലുവോ? എന്നാ ചൊല്ലുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 11 മണിയാകുമ്പോൾ സൂറത്ത് പറയും. അതുവരെ ഇൻഷാ അല്ലാഹ് ഇരുന്നാൽ പറഞ്ഞു തരും. അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സൂറത്ത്, ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവർക്ക് റസൂലുള്ളാഹി കിനാവിൽ കാണാനും കഴിയും, ഉംറ ചെയ്യാനും കഴിയും. നമ്മൾ പറയും, ഉസ്താദേ എന്റെ ഭർത്താവ് ഓട്ടോ ഓടിച്ച് ജീവിക്കണവനാ ഉസ്താദേ, എന്റെ ഭർത്താവിന് 80,000 രൂപ എനിക്ക് തരാനില്ല ഉസ്താദേ. മോളെ, പൈസ ഇല്ലാത്ത എത്ര ഉസ്താദുമാർ 5, 6 വട്ട ഉംറ ചെയ്യണം. 10,000-ഉം 12,000 രൂപ ശമ്പളമുള്ള ഉസ്താദുമാര് 1,000-ഉം 2,000-ഉം ശേഖരിച്ച് വെച്ചിട്ട് 2, 3 വട്ട ഉംറ ചെയ്യുന്ന എത്ര ഉസ്താദുമാര്. അപ്പൊ ഇൻഷാ അല്ലാഹ് പൈസയല്ല വലുത്, തൗഫീഖാണ് വലുത്. അല്ലാഹുവേ, ആ മദീന കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഖുർആൻ ഓതുന്നവരും മരിക്കുമ്പോ എങ്ങനെ മരിക്കും? എങ്ങനെ മരിക്കും? ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഉസ്താദേ ഞാൻ മരിക്കൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് എണ്ണീച്ചേ. ഉസ്താദേ ഞാൻ മരിക്കൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് എണ്ണീച്ചേ. കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് വാതിന് പോയിട്ട് ചോദിച്ചു, മരിക്കുമെന്ന് ഉറപ്പില്ല, ഞാൻ മരിക്കൂല എന്ന് ഉറപ്പുള്ളവരെന്ന് എണ്ണീക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഒരു ചെറിയ പൈതൽ ഇങ്ങനെ എണ്ണീച്ചിരിക്കാം, ചെറിയൊരു പൈതൽ എണ്ണീച്ചിരിക്കാം. ഞാൻ അവനോട് ചോദിച്ചാൽ എന്താ എണ്ണീച്ചേ? മനസ്സിലായില്ല ഉസ്താദ്. എന്താ പറഞ്ഞേ? മനസ്സിലായില്ല ഉസ്താദ്. അപ്പൊ ഞാൻ പറയാ, മരിക്കൂല ഉസ്താദ് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് എണ്ണീച്ചപ്പ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കാരണം എന്തേ? നമ്മുടെ പള്ളിയിലെ മീസാങ്കല് നമുക്ക് സാക്ഷിയാ. അല്ലാഹുവേ, നല്ല മരണം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മോനെ, മരണത്തിന് 3 അടയാളമുണ്ട്. എന്താ മരണത്തിന്? 3 അടയാളമുണ്ട്. ഒന്ന്, ശരീരത്തിൽ നര ബാധിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അത് മരണത്തിന്റെ 1ാമത്തെ അടയാളം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട. ശരീരത്തിൽ നര ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന്റെ 1ാമത്തെ അടയാളമാണ്. എങ്ങനത്തെ നരയാ ഉസ്താദേ? എന്നോടൊരു ചെറിയ കുട്ടി വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ യൂട്യൂബിൽ ഒരു വഅദ് കേട്ടു ഉസ്താദേ, ഞാൻ ചെയ്ത് വഅദാ കേട്ടെ ഉസ്താദേ, നരച്ചവരൊക്കെ മരിക്കുമെന്നാണല്ലോ ഉസ്താദേ പറഞ്ഞേ. എനിക്കൊരു 12 വയസ്സേ ഉള്ളൂ ഉസ്താദേ, ഞാൻ മരിച്ചു പോകും ഉസ്താദേ. ഒരു പാവപ്പെട്ട സഹോദരി, ചെറിയ കുഞ്ഞുമോള. ഇന്ന് എന്റെ ഫോണിൽ ചിലപ്പോൾ ആ വോയിസ് റെക്കോർഡ് ഉണ്ടാവും. ഉസ്താദേ, എനിക്ക് 12 വയസ്സല്ലേ ഉള്ളൂ ഉസ്താദേ, എന്റെ മുടി നരച്ചു ഉസ്താദേ, ഞാൻ മരിക്കാനായോ എന്നൊരു സാധുവായ സഹോദരി ചോദിക്കുമ്പോ അതല്ല പറയണേ. ഒരു പ്രായമാകുമ്പോ ശരീരത്തിന്റെ മുടിയൊക്കെ ഒന്ന് നരക്കും. അപ്പോഴും ചില ഹാജിയാക്കന്മാർ ഡൈ ചെയ്തിട്ടാ പോണേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. മോനെ, എത്ര ഡൈ ചെയ്താലും ഇസ്രായേൽ വന്ന് പിടിച്ചോണ്ട് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 2, മുതുകു വളഞ്ഞവരുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അത് മരണത്തിന്റെ 2ാമത്തെ അടയാളമാണ്. എന്താ? മുതുകു വളഞ്ഞവരുണ്ടെങ്കിൽ, നിന്റെ ശരീരം വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന്റെ 2ാമത്തെ അടയാളമാണ്. 3, നിരന്തരമാകുന്ന അസുഖങ്ങൾ നിനക്കുണ്ടെങ്കിൽ ആശുപത്രി, വീട് ആശുപത്രി. ഡോക്ടർമാരും നഴ്സുമാരും അല്ല, അറ്റൻഡർമാരും അല്ല പറയണേ. നിരന്തരമായി രോഗങ്ങളുള്ളവർ, അല്ലാഹുവേ, അതും മരണത്തിന്റെ 3ാമത്തെ അടയാളമാണ്. അല്ലാഹുവേ, നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3 അടയാളമുള്ളവര് വല്ലാത്ത സൗഭാഗ്യവന്മാരാ. ഈ 3 അടയാളമുള്ളവര് നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം എന്തേ? അത്രയും നാൾ ഹറാമ് ചെയ്തവന്റെ മുടി ഒന്ന് നരച്ചപ്പോ ഒരു ചിന്ത വന്നു, റബ്ബേ ഞാൻ മരിക്കാനായി. അത്രയും നാള് സീരിയൽ കണ്ട് താത്താക്ക് നിരന്തരമാകുന്ന അസുഖം വന്നപ്പോ താത്ത മനസ്സിലാക്കി, പടച്ചോനെ പാരിജാതത്തിലെ ദീപ്തി മരിച്ചു റഹ്മാനെ, ഞാനും മരിക്കും. അതുകൊണ്ട് അല്ലാഹുവേ, എന്തായാലും ഇനി ഞാൻ നന്നാകുമെന്ന് പറഞ്ഞൊരു തീരുമാനം അസുഖം വരുമ്പോ താത്ത എടുക്കും. അല്ലാഹുവേ, പടച്ചവനെ, മുതുകു വളയുമ്പോ ചില സഹോദരന്മാർക്ക് ഒരു തീരുമാനമെടുക്കും, അല്ലാഹുവേ ഞങ്ങൾ ഇനി തെറ്റ് ചെയ്യില്ല, മരിക്കാനായി. അത്രേ ഉള്ളൂ ജീവിതം. അത്ര ഏത് വെന്റിലേറ്ററിന്റെ അകത്ത് നീ കിടന്നുറങ്ങിയാലും, ഏത് ഐസിയുവിന്റെ അകത്ത് നീ കിടന്നുറങ്ങിയാലും, ഏത് മണിമാളികയുടെ അകത്ത് നീ കിടന്നുറങ്ങിയാലും, ഏത് കാറിന്റെ അകത്ത് നീ സഞ്ചരിച്ചാലും, ഏത് വിമാനത്തിൽ നീ സഞ്ചരിച്ചാലും, ഏത് വയലിന്റെ സദസ്സിൽ നീ ഇരുന്നാലും, ഏത് പള്ളിക്കകത്ത് നീ ഇരുന്നാലും, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ
അനുവാദമില്ലാതെ കൊണ്ടുപോകുന്ന ഒരാളുണ്ടെങ്കിൽ അത് സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. കരുതിയിരുന്നോ നിന്റെ ചാരത്ത് അസ്റായീൽ ഇപ്പോഴുമുണ്ട്, പിടിക്കാൻ വേണ്ടി ഇപ്പോഴുമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാ ഇൻഷാ അല്ലാഹ് ഇതിന് ഒരുപാട് ചെലവുണ്ട് ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരും. ഉസ്താദേ ഇന്നത്തെ രാത്രി ഞാൻ മരിച്ചു പോരെ, എനിക്കൊന്നുമില്ലല്ലോ ഉസ്താദേ. ഞാൻ തമാശ പറഞ്ഞതല്ല. എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹുവേ ഇന്ന് രാത്രി അസ്റായീൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് റൂഹ് പിടിച്ചാൽ നമ്മുടെ ഖബറിൽ ഒന്നുമില്ല. അല്ലാഹുവേ ഞങ്ങളുടെ ഖബറിൽ എന്തെങ്കിലും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റിന്റെ മലക്കന്റെ ബക്കറ്റിന്റെ മലക്ക് ബക്കറ്റുകാരെന്തേ ബക്കറ്റില്ലേ, ബക്കറ്റ് മേടിക്കാൻ പോണോ? ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് ആവേശത്തിരിക്കും ഇൻഷാ അല്ലാഹ് അല്ലേ. പൊറോട്ടയും മത്തി കഴിച്ചല്ലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ കമ്മിറ്റി അലമ്പാക്കാതെ ആരും പോകരുത് ഇൻഷാ അല്ലാഹ്. അലമ്പാക്കാതെ എന്ത് ചെയ്യാ, നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരും. ആ സമയത്ത് ഒരു നല്ല സ്വതക്ക ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കൊടുക്കണം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, പടച്ചവനെ കബൂലാക്കണേ അല്ലാഹ്. നാഥാ ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആര് പടച്ചവനെ പൈസ ഇട്ടാൽ, ആര് പടച്ചവനെ സമ്പത്തിട്ടാൽ അവർക്ക് ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ലേ അല്ലാ, മൈഗ്രെയിൻ കൊടുക്കല്ലേ അല്ലാ, പടച്ചവനെ കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, കാലവിപത്തുകൾ കൊടുക്കല്ലേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ, ഇഖ്ലാസ് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, കുടുംബ ജീവിതത്തില് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സ്വീകരിക്കട്ടെ. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പൊ ഉസ്താദേ പിരിവ് തുടങ്ങിയില്ല ഉസ്താദ്, എന്നാ മഅസ്സലാം അതല്ലപ്പ പറഞ്ഞേ. ബക്കറ്റ് മാത്രമേ ഇപ്പൊ എടുക്കണുള്ളൂ. സ്വർണ്ണമൊക്കെ നമുക്ക് ലാസ്റ്റ് വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഒന്ന് മരിക്കുമ്പോ ഈമാനോടെ മരിക്കാനുള്ള മക്കളെ ബക്കറ്റ് എല്ലാവരുടെ മുമ്പിൽ എത്തണം കേട്ടോ അല്ലെ. സത്യം പറഞ്ഞാൽ ബക്കറ്റ് കൊണ്ടുപോകുന്നവര് ഇച്ചിരി വലിയവരാണെങ്കിൽ നന്നായി. കാരണം എന്താ അറിയോ, ഇങ്ങനെ അസ്റായീൽ നോക്കണത് പോലെ മുമ്പിൽ ചെന്നിട്ട് നോക്കണം. എത്രയാണ് തരണേ നിങ്ങൾ നോക്കിയിട്ട് കുലിക്കിയിട്ട് എന്ത് ചെയ്യണം, ഇടാൻ കഴിയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ ഖുർആൻ ഓതുന്നവരാണ്. അപ്പൊ ഖുർആൻ ഓതൂലേ ഉറപ്പാണോ? അത് ഉസ്താദെ ഇതിലും വഴി കേട്ടിട്ട് ഞങ്ങൾ ഇപ്പുറം വഴി വിടുന്നവരാ ഉസ്താദെ, അങ്ങനെയാണോ? അല്ല, ഓതണം ഇൻഷാ അല്ലാഹ്. രണ്ട് അതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, പടച്ചവനെ ആദരവാകുന്ന റസൂലുള്ളാഹി എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? പള്ളിയിൽ നിന്നും മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരെ, നമസ്കരിക്കുന്നവരെ, നിസ്കരിക്കുന്നവരെ അവർക്കതാ റസൂലുള്ളാഹി പറയുകയാ, ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവനതാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. ആദരവാകുന്ന പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമാ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമോ, നമസ്കരിക്കുന്നവർക്ക് തീജ്വാലയുള്ള നരകമോ എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ റസൂലുള്ളാഹിയോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ആരാണ് നബിയേ നമസ്കരിക്കുമ്പോ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, ലഭിക്കുന്ന വിഭാഗമുണ്ടല്ലോ, ആരാണ് നബിയേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, പള്ളിയിലേക്ക് കടന്നു വരുന്നവരാ, നമസ്കരിക്കുന്നവരാ, എന്നാൽ പടച്ചവനെ പേടിയില്ലാതെ നമസ്കരിക്കുന്നവരാ, റബ്ബിനെ പേടിയില്ലാതെ നമസ്കരിക്കുന്നവരാ, നാട്ടുകാരെ കാണിക്കാൻ നമസ്കരിക്കുന്നവരാ, കാമുകി കാണാൻ നമസ്കരിക്കുന്നവരാ, എന്നാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല,
അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, പള്ളിയിലേക്ക് പോകുന്നവരെ ഈമാനോടെ നമസ്കരിച്ചു കൊള്ളുക, അതപോടെ നമസ്കരിച്ചു കൊള്ളുക, പടച്ചവനെ പേടിച്ചുകൊണ്ട് നമസ്കരിച്ചു കൊള്ളുക. നാദാ സൗഭാഗ്യം തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് നമസ്കരിക്കുമ്പോ അതപോടെ തഖ്വയോടെ ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാരാ അവർ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയണം. നമസ്കരിക്കുമ്പോ ഈമാനോടെ നിസ്കരിക്കണം അല്ലേ? ഇപ്പൊ മിക്ക ആളുകളും നമസ്കരിക്കുമ്പോ എങ്ങനെയാ നിസ്കരിക്കണേ? കാമുകി കാണട്ടെ, അല്ലെ കാമുകൻ കാണട്ടെ, അല്ലെ എന്റെ മച്ച കാണട്ടെ, എന്റെ ഇച്ച കാണട്ടെ, എന്റെ കൂട്ടുകാരൻ കാണട്ടെ, പള്ളിയിലെ ഖത്തീബ് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും പാടില്ല. അതരവാകുന്ന പ്രവാചകൻ പറയുന്നു, ഇഖ്ലാസോടെ അതബോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ അവർ ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, വെള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോകുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകളും തലകുനിക്കേണ്ടി വരും. എന്താ വെള്ള വസ്ത്രം ധരിച്ച് നല്ല തൊപ്പി ധരിച്ച് തലയിൽ ഷാളിട്ട് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പോകുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകളും തലകുനിക്കേണ്ടി വരും അല്ലേ? നമുക്കിന്ന് വെള്ള വസ്ത്രം എന്ന് പറയുമ്പോ നമുക്കൊരു പുച്ഛവാ. ചില ആളുകളുണ്ട് ഇങ്ങനെ വിയർത്തൊലിച്ചിട്ട് ഇങ്ങനെ പള്ളിയിൽ നിസ്കരിക്കാൻ പോണം ചില ചങ്ങാതിമാരുണ്ട്. പാടില്ല, അതബ് കേടാ. കാരണം പടച്ചവന്റെ മുമ്പിലാ മുനാജാത്താ റബ്ബുമായിട്ടുള്ള നമസ്കാരം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ശ്രദ്ധിക്കണേ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യമാരുടെ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം, ഭാര്യമാരുടെ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം നിങ്ങളൊന്ന് നോക്കണം. ഏത് ഭാഗം? ഈ കൈയുടെ ഈ ഭാഗം. ചില ഉമ്മമാരുടെ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം ഉളുവെടുത്ത് നനഞ്ഞിട്ട് കരിമ്പനടിച്ചിട്ടുണ്ടാകും. എന്താ ഉളുവെടുത്തിട്ട് നനഞ്ഞിട്ട് കരിമ്പനടിച്ചിട്ടുണ്ടാകും. ചിലരുടേത് കരിമ്പനടിച്ച് തുരുമ്പടിച്ചിട്ട് ഓട്ട വീണിട്ടുണ്ടാകും. മാറ്റുവോ? ഭർത്താവ് വന്നിട്ട് ആമിനയുടെ അടുത്ത് ചോദിക്കും, ആമിന റമളാനല്ലേ വരുന്നേ, നമുക്കൊരു പുതിയ നിസ്കാരക്കുപ്പായം വാങ്ങിച്ചാലോ? ആമിന പറയും, മച്ചാ വല്ലപ്പോഴും നിസ്കരിക്കണം, എനിക്ക് എന്തിനാ നിസ്കാരക്കുപ്പായം? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, നല്ല വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ പോണം അല്ലേ? ഈ സമ്മാനം ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് എന്ത് കൊടുക്കണം? സമ്മാനം കൊടുക്കണം. സമ്മാനം കൊടുക്കണം. ഭാര്യമാര് ഭർത്താക്കന്മാർക്കും കൊടുക്കണം, ഭർത്താക്കന്മാര് ഭാര്യമാർക്കും കൊടുക്കണം. അത് അവരുടെ ഇടയിൽ എന്തുണ്ടാകും? സ്നേഹം എന്റെ പ്രിയപ്പെട്ടവരെ വർദ്ധിക്കും. കാമുകനും കാമുകിയല്ല കൊടുക്കേണ്ടത്, അയൽവാസികൾ തമ്മിലല്ല കൊടുക്കേണ്ടത്. ഒരു വെഡിങ് ആനിവേഴ്സറി വന്നാൽ, ഒരു നല്ല ദിവസം വന്നാൽ, ഒരു ഓർമ്മ ദിവസം വന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ സമ്മാനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയണം അല്ലേ? ഇന്ന് കുടുംബ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന എന്താ? മനസ്സ് തുറന്ന് സംസാരിക്കാത്തത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ഫോൺ വന്നാൽ അപ്പൊ തന്നെ ഭാര്യക്ക് സംശയാക്കണ്ടില്ലേ, എന്റെ മച്ചാ വഴിച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില സംശയിക്കണം ചില താത്താമാര് ചിലപ്പോ സ്വന്തം വീട്ടിലേക്ക് വിളിക്കായിരിക്കും. അപ്പോഴായിരിക്കും മച്ച വിളിക്കും, മാമിനാടെ ഫോൺ ബിസിയാ. അപ്പം തന്നെ മച്ച വീട്ടിൽ വന്നിട്ട് അടിക്കണം പിടിക്കണം. എന്റെ ഭാര്യക്ക് വേറെ ഇടപാടാ ഉസ്താദ് എന്ന് പറയണ ചില ചങ്ങാതിമാർ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. രാത്രി 1 മണിക്ക് വിളിച്ചിട്ട് ഭാര്യയുടെ ഫോണിൽ ബിസി ആണെങ്കിൽ സംശയിക്കേണ്ടി വരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയാ, നിസ്കരിക്കുമ്പോ ഈമാനോടെ തഖ്വയോടെ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? തഖ്വയോടെ നിസ്കരിക്കണം. ഇപ്പൊ വേൾഡ് കപ്പ് നടന്നു അല്ലപ്പാ, വേൾഡ് കപ്പ് നടന്നില്ലേ? വേൾഡ് കപ്പ് നടന്നപ്പോ ഞാനും നിങ്ങളും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ടില്ലടാ, ഖത്തറിൽ വേൾഡ് കപ്പ് ആരംഭിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് കൊണ്ടാ അല്ലേ? അല്ലേ? ഖുർആനിന്റെ ആയത്ത് കൊണ്ടാ. അതിന്റെ അർത്ഥം എന്താ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അള്ളയതാ പറഞ്ഞിട്ട് അള്ളയതാ നിരവധി തവണയുണ്ടല്ലോ പറയുകയാ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു നിനക്ക് കൈ തന്നില്ലേ, അല്ലാഹു നിനക്ക് കാല് തന്നില്ലേ, അല്ലാഹു നിനക്ക് മൂക്ക് തന്നില്ലേ, അല്ലാഹു നിനക്ക് ആഫിയത്ത് തന്നില്ലേ, അല്ലാഹു നിനക്ക് ദീർഘായുസ് തന്നില്ലേ, പിന്നെ എന്തേ അല്ലാഹനെ മറന്നതെന്തേ? റബ്ബിനെ മറന്നതെന്തേ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. കൈയും കാലും ശ്വാസവും
ആഫിയത്തും ദീർഘായുസ്സും തന്നിട്ട് നീ എന്താടാ അള്ളാനെ മറന്നതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഇത് നമ്മൾ സ്റ്റാറ്റസ് ആക്കിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ എന്റെ പ്രിയപ്പെട്ടവർ ഇശാ നിസ്കരിക്കാതെ വേൾഡ് കപ്പ് കാണാൻ പോയി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിരവധി തവണ പറഞ്ഞു. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ചങ്ങാതി നീ എന്താടാ പടച്ചവനെ മറന്നിട്ട് ഫുട്ബോൾ കളി കാണാൻ പോയതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഞാൻ ഈ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഞാൻ കൊല്ലം ജില്ലയിലെ പള്ളിയുടെ പേരൊന്നും പറയണില്ല, ഞാനൊരു പള്ളിയിലാണ് ജോലി ചെയ്തത്. ആ സമയത്ത് ഞാൻ ആ പള്ളിയിൽ എന്ത് ചെയ്തു? ഫ്ലക്സിനെതിരെ പ്രസംഗിച്ചു. ഫ്ലക്സിനെതിരെ പ്രസംഗിച്ചത് വേറെ ഒന്നല്ല, പള്ളിയുടെ മറ്റേ മിനാരത്തിനെക്കാട്ട് ഉയരമുള്ള മെസ്സി ഇങ്ങനെ ഓനിങ്ങനെ നോക്കിയാൽ ഞാൻ തുണി മാറുന്നത് എന്റെ റൂമിൽ മെസ്സിക്ക് കാണാൻ കഴിയും. മെസ്സി മേളിൽ നോക്കിയാൽ ഞാൻ തുണി മാറുന്നത് കാണാൻ അമ്മാതിരി പോസ്റ്റർ. അപ്പൊ ഒരു ദിവസം ജുമാക്ക് ഞാൻ എന്ത് ചെയ്തു? അതിനെതിരെ പ്രസംഗിച്ചു. എനിക്ക് അതിന്റെ പിറ്റേ ദിവസം കാസർഗോഡാണ് വേണം. അപ്പൊ 4:30-ക്കാണ് ഏറനാട് എക്സ്പ്രസ് കൊല്ലം ജില്ലയിൽ നിന്ന് എടുക്കണേ. 4:30 മണിക്കാണ് എന്ത് ചെയ്യണേ? കൊല്ലം ജില്ലയിൽ നിന്ന് ഏറനാട് എക്സ്പ്രസ് എടുക്കണേ. അന്ന് അർജന്റീന ഏതോ ടീമും കൂടെ കളിച്ചിട്ട് അർജന്റീന എന്ത് ചെയ്തു? ജയിക്കുകയും ചെയ്തു. എന്റെ കാലഘട്ടത്തിൽ പടച്ചവനെ ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് വെളുപ്പാങ്കാലത്ത് ഇറങ്ങുമ്പോൾ കുറെ പിള്ളേര് വന്നിട്ട് എന്റെ വണ്ടിയുടെ മുമ്പിൽ കുറെ പടക്കം പിടിച്ചിട്ട് പറയും, ഉസ്താദെ കണ്ടില്ല ഉസ്താദെ, നിങ്ങൾ മെസ്സിക്കെതിരെ ദുആ ചെയ്തിട്ട് കണ്ടില്ല ഉസ്താദെ, മെസ്സി 3 ഗോൾ അടിച്ച് കണ്ടില്ല ഉസ്താദെ. ചെറുപ്പക്കാര് പറയുമ്പോ കളിക്കണം വേണ്ടെന്ന് ഒരിക്കലും പറയൂല. കളിക്കണം. ചില മക്കളുണ്ട് ഇങ്ങനെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു മടിയന്മാരായി പോണ ചില മക്കളുണ്ട്. ചില ഉമ്മമാര് എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ കളിക്കാൻ വിടൂല. ഓൻ്റെ കൂടെ പോണ്ട, ഓൻ കഞ്ചാവാണ്, ഓൻ മറ്റേത് ആശുരാടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ചില ആളുകളുണ്ട്. ഞാൻ പറയാ മക്കളെ കളിക്കാൻ വിടണം, പക്ഷെ അമിതമാകരുത്. എന്തും അമിതമായാൽ അത് അമൃതാണ് അല്ലെ? എന്തും അമിതമായാൽ അതിന്റെ പ്രിയപ്പെട്ടവരെ വിഷമാണ്. അതുകൊണ്ട് പറയാ കളിക്കാൻ വിടണം, പക്ഷെ അത് അമിതമായാൽ വല്ലാത്ത പ്രയാസം വരും, അത് സങ്കടം വരും. നമ്മളിങ്ങനെ വീട്ടിൽ നമ്മുടെ മക്കളെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുമ്പോ അവർക്ക് മാനസികപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരും അല്ലെ? ചില മക്കളോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടൂല, അവന്റെ വയറ്റിൽ തൊട്ടാലൊന്നും മിണ്ടൂല, ഒന്നും മിണ്ടൂല. ഇങ്ങനെ റിമോട്ട് ഇങ്ങനെ അനക്കുന്നവൻ ഇങ്ങനെ നിൽക്കും, ഒന്നും അനങ്ങൂല. കാരണം എന്തേ? പുറം ലോകമായിട്ട് ബന്ധമില്ല. വാപ്പ സർക്കാർ ഉദ്യോഗസ്ഥനാ, വാപ്പ പറയുടെ ചങ്ങാതി പുറത്തു പോകാൻ പാടില്ല. അല്ലെങ്കിൽ വാപ്പ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലെ വലിയ ജോലിക്കാരനാ, വാപ്പ പറയുടെ എന്റെ സ്റ്റാറ്റസിന് കേടാണ് നീ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് മക്കളെ അകത്തിട്ട് വളർത്തണം ചില വാപ്പ ഉമ്മമാര്. അല്ലാഹു ഈമാൻ നൽകട്ടെ. മക്കളെ കളിക്കാൻ വിടണം, അതിനോടൊപ്പം എന്ത് ചെയ്യണം? ഇബാദത്തും ചെയ്യണം. എന്ത് ചെയ്യണം? അതിനോടൊപ്പം ഇബാദത്തും ചെയ്യണം. താത്തമാര് അപ്പുറം ഇപ്പുറമൊക്കെ പോയി സംസാരിക്കണം, നല്ലതാ. പക്ഷെ നമീമത്ത് ഏഷണിയും വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നരകം ഉണ്ടാകണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നോടൊരു താത്ത പറഞ്ഞു, ഉസ്താദേ ഞാൻ നിങ്ങളുടെ വയലൊക്കെ കേൾക്കും ഉസ്താദേ. അങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊടുത്തു. ആ താത്ത ഒരു സങ്കടം പറയുമ്പോൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ കുടുംബശ്രീയിലെ കൊണ്ട് ഉസ്താദ് ഹലാലാണോ ഉസ്താദെ? കുടുംബശ്രീയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, അത് ഹലാലാണോ? ഞാൻ പറഞ്ഞു അതിന്റെ മസല പറയാൻ ഞാൻ ആളല്ല, അതിന്റെ മസല പറയാൻ ഞാൻ ആളല്ല. അഞ്ച് കുടുംബശ്രീയിൽ എന്താ നടക്കണേ? ഉസ്താദ് ഞങ്ങൾ അവിടെ പോകും, ചായ കുടിക്കും, ബോണ്ട കഴിക്കും, സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, കല്യാണം മുടക്കും, പോരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, എന്റെ പ്രിയപ്പെട്ട എല്ലാം നല്ലതാ, പക്ഷെ അമിതമാകുമ്പോ അത് വല്ലാത്ത പാടാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയണത് നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസോടെ നിസ്കരിക്കണം അല്ലേ? ഞാൻ ഈ വേൾഡ് കപ്പിന്റെ സമയത്ത് അന്നത്തെ ദിവസത്തെ വഅദ് ഞാൻ പറഞ്ഞു കൊയിലാണ്ടി ഭാഗത്താ. കൊയിലാണ്ടി ഭാഗത്താ ഞാൻ ഇങ്ങനെ വഅദിന് പോണ സമയത്ത് ഞാൻ ഇങ്ങനെ തിരൂര് താനൂര് ഭാഗത്ത് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. തിരൂര് താനൂര് ഭാഗത്ത് മലപ്പുറം കാൽപന്ത് കളിക്കാരൻ നാടാ. നിസ്കരിക്കാൻ കയറിയപ്പോ ഞാൻ 2ാമത്തെ റക്അത്തിലാണ് ചെന്ന് കയറുന്നത്. ഞാനുണ്ട്, എന്റെ വണ്ടി ഓടിക്കണ അബു എന്ന് പറഞ്ഞ ചങ്ങാതി ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളുടെ മുമ്പിലത്തെ സഫില് 3 ശൈഖുനാമാരെ നിസ്കരിക്കുക. ആരാപ്പ? ശൈഖുന എംബാപ്പെ, ശൈഖുന മെസ്സി, ശൈഖുന റൊണാൾഡോ. 3 പേര് ഇങ്ങനെ നിസ്കരിക്കുക. അപ്പൊ ഞാൻ അബുവിനോട് പറഞ്ഞു, അബു ചിലപ്പോ രാത്രി മെസ്സി ഗോൾ അടിക്കേണ്ടെന്നുണ്ട്, ചിലപ്പോ ഇവിടെ നിസ്കരിക്കാൻ വന്നായിരിക്കും. എംബാപ്പയ്ക്ക് രാത്രി ഗോൾ അടിക്കേണ്ടെന്നുണ്ട്, നിസ്കരിക്കാൻ വന്നായിരിക്കും. ഞാൻ അബുവിനോട് പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നാട്ടിലെ 3 ചെറുപ്പക്കാർ ഹമുക്കിങ്ങള് മെസ്സിയുടെ റൊണാൾഡോയുടെയും എംബാപ്പന്റെ ഫോട്ടോ ഉള്ള ടീഷർട്ട് ഇട്ടിട്ട് നിസ്കരിക്കാൻ വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാം. പള്ളിയിലെ ഖത്തീബും കൂടെ ഇട്ടാൽ മതി, ബാക്കി എല്ലാവരും ഉണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പള്ളിയിൽ വരുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് വരണം. പള്ളിയിൽ വരുമ്പോ നല്ല അത്രദേശ് വരണം. പള്ളിയിൽ വരുമ്പോ തൊപ്പി തിരിച്ചു വരണം. ചില ഉമ്മമാരുണ്ട് നിസ്കാര കുപ്പായം മൂരിയിട്ട് ഹാങ്കറിൽ തൂക്കിയിടാത്ത ചില ഉമ്മമാരുണ്ട്. നിസ്കാര കുപ്പായം മൂരിയിട്ട് ഹാങ്കറിൽ തൂക്കിയിടൂല. എന്റെ പ്രിയപ്പെട്ടവർ, നിസ്കാര കുപ്പായം മൂരിയിട്ട് പൊറോട്ട ചുറ്റുന്നത് പോലെ ഒരു ചുറ്റലുണ്ട്. പൊറോട്ട ചുറ്റുന്ന ഒരു ചുറ്റലുണ്ട്. ചുറ്റിയിട്ട് പായിന്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അലമാരെ കടി തള്ളി കെട്ടിട്ട് പറയും അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിപ്പുണ്ടെ കാണാം. അല്ലാഹു ഈമാൻ നൽകട്ടെ. പാടില്ല. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളെ കളിയാക്കേണ്ട സ്വർണ്ണം ഊരായിരിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഞാൻ പറയണത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ,
സഹോദരന്മാരെ, ഞങ്ങൾ സ്നേഹത്തിൽ പറയാ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസില്ല നമസ്കരിക്കാൻ പാടില്ല, നമസ്കരിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഓപ്പറേഷൻ ചെയ്തവരുണ്ടെങ്കിൽ കൈവക്കിയപ്പ, ഓപ്പറേഷൻ കഴിഞ്ഞവര് 1 2 3 നിശാനി കഴിഞ്ഞിട്ടില്ല, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവിടെ ഓപ്പറേഷൻ എല്ലാവരും കഴിഞ്ഞവരായിരിക്കും, കാരണം അല്ല സിസേറിയൻ കഴിഞ്ഞവർ ഒരുപാട് പേരുണ്ടാകും. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ തങ്ങള് ഒരു ഓപ്പറേഷന് വിധേയമായി. ആ തങ്ങളുടെ കാല് മുറിച്ചു കളയണം, പക്ഷേ കാല് മുറിക്കുന്ന സമയത്ത് ഒരു മരുന്ന് പോലും വേദന എടുക്കാതിരിക്കാൻ വേണ്ടി മരവിപ്പിച്ചില്ല. അല്ലെ, ഇപ്പോ സിസേറിയൻ ചെയ്ത താത്തമാർക്കറിയാം, തലേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകും. അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല്, അതിപ്പോ ഒരു പുതിയ സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ മറ്റേ ലേസർ അടിച്ചിട്ട് കളയണത്. അത് ചെയ്യണമെങ്കിൽ പോലും എന്ത് ചെയ്യും, തലേ ദിവസം വന്നിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറയും. എന്തിനാ അഡേഷൻ കൊടുക്കാൻ, എന്റെ പ്രിയപ്പെട്ടവർ മരുന്ന് കൊടുത്തിട്ട് മയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കത്തി വെക്കുമ്പോ അറിയോ ഇല്ല. ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ എന്റെ കൈ മുറിഞ്ഞു ഉസ്താദേ, എന്റെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് മരവിപ്പിച്ചു ഉസ്താദ്, അതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ഇട്ടപ്പോ വേദന എടുത്തില്ലെന്ന് പറയുന്ന സാധുക്കളുണ്ട്. അല്ലാഹുവേ, കീറി മുറിക്കുന്ന രോഗങ്ങൾ നീ നൽകല്ലേ റബ്ബേ, നീ ആഫിയത്ത് നൽകണേ റബ്ബേ, ദീർഘായുസ്സ് നൽകണേ റബ്ബേ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങള് കാലെന്റെ പ്രിയപ്പെട്ടവരെ മുറിച്ചു കളഞ്ഞു, പക്ഷേ ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല. പക്ഷേ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെ കാല് മുറിച്ചപ്പോ വേദന എടുത്തില്ല. കാരണം എന്തേ ചരിത്രം നമ്മൾ പഠിക്കേണ്ട ചരിത്രം. അല്ലാഹുവേ, നീ പഠിക്കാൻ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. പഠിക്കൂലേ? നമുക്ക് ബോറടിക്കണുണ്ടോ? ഉള്ളവരുണ്ടെങ്കിൽ അന്ന് കൈവക്കി ആരെങ്കിലും ഉണ്ടോ? ഒരു ചങ്ങാതി ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഏതാ മഹാനാകുന്ന ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ ചരിത്രമാ നാദാ, പഠിക്കാനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്നതാരാ? വലിയ മഹാനാ, വലിയ സൂഫിയ, വലിയ ആബിദ, വലിയ തഖ്വയുള്ള മഹാനുണ്ടല്ലോ. പടച്ചവനെ, പള്ളിയിൽ ഒന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവ്വൽ വഖത്തിലുണ്ടല്ലോ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന മഹാനാ. പ്രായമാകുകയാ, ആഫിയത്ത് കുറയുകയാ, ദീർഘായുസ് കുറയുകയാ, കാലിങ്ങനെ പഴുക്കുകയാ, കാലിൽ നിന്ന് ചോരയുണ്ടല്ലോ കടന്നു വരികയാ, രക്തമുണ്ടല്ലോ കടന്നു വരികയാ. വൈദ്യന്മാര് കടന്നു വന്നുകൊണ്ട് പറയുകയാ, അല്ലയോ തങ്ങളെ, കാലുണ്ടല്ലോ മുറിക്കണ്ടതാ, അറുകണ്ടതാ. ഉർവത്ത് ബിൻ സുബൈറിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഇല്ല, സമ്മതമില്ല, അനുവാദമില്ല. എനിക്ക് രോഗം തന്നത് അല്ലയാ, കൈ തന്നത് അല്ലയാ, കാല് തന്നത് അല്ലയാ, ആശ്വാസം തന്നത് അല്ലയാ, ശമനം തരുന്നത് അല്ലയാ. അതുകൊണ്ട് തന്നെ എന്റെ കാല് മുറിക്കാൻ ഒരാൾക്കും അനുവാദമില്ല. വൈദ്യന്മാര് കടന്നു പോകുകയാ. പടച്ചവനെ, മണിക്കൂറുകൾ കടക്കുകയാ, ദിവസങ്ങൾ കടക്കുകയാ, ആഴ്ചകൾ കടക്കുകയാ, മാസങ്ങൾ കടക്കുകയാ. പടച്ചവനെ, മഹാനാകുന്ന ഉർവത്ത് ബിൻ സുബൈർ ഉണ്ടല്ലോ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാ, കാലിങ്ങനെ പഴുക്കുകയാ, ശരീരത്തിൽ നിന്ന് ചോരയെന്ന പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. അല്ലാഹുവേ, ചീഞ്ചലമുണ്ടല്ലോ കടന്നു വരികയാ. വൈദ്യന്മാര് വീണ്ടും അതാ കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് ഉർവത്ത് ബിൻ സുബൈറിനോട് പറയുകയാ, തങ്ങളെ, നിങ്ങളുടെ കാല് മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ പ്രയാസമാ, പ്രതിസന്ധിയാ, മരിച്ചു പോകുന്നതാ, ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. ഉർവത്ത് ബിൻ സുബൈറിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, എനിക്ക് നമസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, ദിക്ർ ചൊല്ലണമല്ലോ, ഔറാദ് ചൊല്ലണമല്ലോ, സലാത്ത് ചൊല്ലണമല്ലോ, എനിക്ക് ജീവിക്കണമല്ലോ. എന്റെ കാലുണ്ടല്ലോ മുറിച്ചുകൊള്ളുക, എന്റെ കാലുണ്ടല്ലോ മുറിച്ചുകൊള്ളുക. ഉർവത്ത് ബിൻ സുബൈറിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ വൈദ്യന്മാര് പറയുകയാ, കത്തിയുണ്ടല്ലോ, കടാരയുണ്ടല്ലോ, കത്രികയുണ്ടല്ലോ, നിങ്ങളുടെ കാലിലേക്ക് ഇറക്കി വെക്കുമ്പോ വേദന എടുക്കുന്നതാ. അതുകൊണ്ട് തന്നെ ഒരു കോപ്പ കള്ള് നിങ്ങളുടെ വയറ്റിലേക്ക് തരുന്നതാ, ഒരു കോപ്പ കള്ള് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നതാ. കള്ള് കുടിച്ചാൽ ബോധം പോകുമല്ലോ, മസ്താകുമല്ലോ, വേദന അറിയൂലല്ലോ. അതുകൊണ്ട് അല്ലോ, ആ സമയത്ത് നിങ്ങളുടെ കാലുകൾ മുറിച്ചു കൊള്ളാ.
വൈദ്യന്മാര് കള്ളു കുടിക്കാൻ പറയുമ്പോ പടച്ചവനെ ഉർവത്ത് ബിൻ സുബൈറിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, കള്ളു കുടിക്കൂലോ, കള്ള് ഹറാമോ, കള്ള് അനുവദനീയമല്ലോ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ കള്ളു കുടിക്കുന്നവനെ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മൻ ശരിബൽ ഖംറോ സനാ മഅ ഉമ്മിഹി ഫിൽ കഅബതി. ആരെങ്കിലും ഒരാൾ കള്ളു കുടിച്ചാൽ, ആരെങ്കിലും ഒരാൾ കള്ളു നുണഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ കള്ളിന്റെ ടേസ്റ്റിന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയമുള്ളവരെ ചുണ്ടിൽ കൊണ്ടുവന്നാൽ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, എന്റെ പ്രിയമുള്ള മുഅ്മിനേ, സനാ അവൻ വ്യഭിചരിച്ചവനോ, മഅ ഉമ്മിഹി ഉമ്മയെ വ്യഭിചരിച്ചവനാ, ഫിൽ കഅബതി കഅബയിൽ വെച്ചെന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഉർവത്ത് ബിൻ സുബൈർ ഉണ്ടല്ലോ പറയുകയാ, കള്ളു കുടിക്കാൻ പാടില്ല. വൈദ്യന്മാര് പേടിക്കുകയാ, പിന്നെങ്ങനാ മുറിക്കുന്നത്? വേദനയെടുക്കുമല്ലോ, സങ്കടമാണല്ലോ, സഹിക്കാതെ കഴിയൂലല്ലോ. എന്താണ് ചെയ്യുന്നത്? തങ്ങളെ ആ സമയത്ത് തങ്ങളതാ പറയുകയാ, അടുത്ത വക്കത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ, അടുത്ത വക്കത്തിന് ജമാഅത്തിനായി ബാങ്ക് കൊടുക്കുമ്പോ നമസ്കരിക്കാൻ ഞാനതാ കൈകെട്ടുമല്ലോ, വജ്ജഹത്തോതുമല്ലോ, ഫാത്തിഹ ഓതുമല്ലോ, സൂറത്തോതുമല്ലോ. ആ സമയത്ത് എന്റെ കാലതാ മുറിച്ചു കൊള്ളുക. വൈദ്യന്മാര് വിറങ്ങലിക്കുകയാ, വൈദ്യന്മാര് പേടിക്കുകയാ, അടുത്ത വക്കത്തിന് സമയമാവുകയാ. ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ എന്റെ പ്രിയമുള്ളവരെ നമസ്കരിക്കാൻ കൈകെട്ടുകയാ, ഫാത്തിഹ ഓതുകയാ, വജ്ജഹത്തോതുകയാ, ഫാത്തിഹ ഓതുകയാ. സൂറത്തുണ്ടല്ലോ നരകത്തിന്റെ അദാബിനെ കുറിച്ചുള്ള ആയത്ത് ഓതുകയാ. ആ സമയത്ത് ഊരിപ്പിടിച്ച കടാര എടുത്തിട്ട് ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലുണ്ടല്ലോ വൈദ്യന്മാര് മുറിച്ച് കളയുകയാ. വേദന എടുക്കുന്നില്ല, ചോരയുണ്ടല്ലോ കടന്നു വരികയാ, രക്തമുണ്ടല്ലോ, ചീഞ്ചലമുണ്ടല്ലോ, പഴുപ്പുണ്ടല്ലോ കടന്നു വരികയാ. ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലിന്റെ പ്രിയമുള്ളവരെ വേദനയെടുക്കാതെ മുറിച്ച് കളഞ്ഞെന്ന് ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ നമസ്കരിച്ചത് കൊണ്ടാ, ഇബാദത്ത് ചെയ്തത് കൊണ്ടാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, എന്താണ് ചെയ്യേണ്ടത്? നമസ്കരിക്കേണ്ടവരാ, ഇബാദത്ത് ചെയ്യേണ്ടവരാ, അതപോടെ നമസ്കരിക്കേണ്ടവരാ, പള്ളിയിൽ പോയി നമസ്കരിക്കേണ്ടവരോ, ഉസ്താദന്മാരെ കാണിക്കാതെ നമസ്കരിക്കണ്ടോ. എന്നാൽ മരിക്കുമ്പോ ഈമാനോടെ, ഇഖ്ലാസോടെ, ഇസ്സത്തോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാ. നാദാ കബൂലാക്കണ അല്ലോ, സ്വീകരിക്കണേ അല്ലോ. തങ്ങളുടെ കാല് മുറിച്ചു കളഞ്ഞു. കാല് മുറിച്ചു കളഞ്ഞപ്പോ നിസ്കരിക്കുന്ന സമയമായതുകൊണ്ട് വേദന എടുത്തില്ലെന്ന് ചരിത്രം പറയുമ്പോ അതാ മഹാന്മാര്. നിസ്കരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ അവർക്ക് വേറെ ചിന്തയില്ല, അവർക്ക് ഭാര്യയില്ല, മക്കളില്ല. ഇപ്പൊ ചില ചങ്ങാതിമാരുണ്ട്, പള്ളിയിൽ ചെന്നിട്ട് നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോൾ ഒരു ചിന്ത വരണം, പടച്ചോനെ ഞാൻ എന്റെ ഷൂ പുറത്ത് ഞാൻ ഊരിയിട്ടിരിക്കുക, റഹ്മാനെ ആരെങ്കിലും അടിച്ചോണ്ട് പോകുമോ എന്നുള്ള ചിന്ത വരണത് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തിലെ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാളെ നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസോടെ നമസ്കരിച്ചാൽ അവർ മരിക്കുമ്പോൾ ഈമാനോടെ ഇൻഷാ അല്ലാഹ് മരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, നമുക്ക് സങ്കടങ്ങളും കടങ്ങളും വരുമ്പോ നമ്മൾ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ ചെന്നിട്ട് നേരെ ചെന്ന് കൈനീട്ടാൻ പാടില്ല. നമുക്കൊരു ചുമ വന്നു, ടെസ്റ്റ് ചെയ്തപ്പോ ക്യാൻസറാ, പള്ളിയിൽ പോയി ലെറ്റർ മേടിച്ചിട്ട് പിരിക്കാനല്ല ഇറങ്ങണ്ടേ. ആദ്യം നമ്മൾ പള്ളിയിൽ ചെല്ലണം, 2 റക്അത്ത് നിസ്കരിക്കണം, ഖുർആൻ ഓതണം, എന്നിട്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹ് ഞാൻ മരിച്ചു പോയാൽ എന്റെ മക്കൾ തീമികളാകും, റഹ്മാനെ എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ കരഞ്ഞിട്ട് ദുആ ചെയ്ത് നോക്കി, ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ നിസ്കരിക്കുമ്പോ അതുപോലെ നിസ്കരിക്കണം. അല്ലേ, ഇവിടെ കല്യാണ പ്രായം 18 വയസ്സല്ലേ?
18 വയസ്സല്ലേ? ഒളിച്ചോടി ഇല്ലെങ്കിൽ 18, ഒളിച്ചോടി അതിന് മുമ്പ് പോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാ 18 വയസ്സുള്ള പെൺമക്കളുടെ മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പറയാ, നിങ്ങൾ ഒരിക്കലും പണം നോക്കിയിട്ട് നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, കെട്ടിക്കാൻ പാടില്ല. പണം നോക്കിയിട്ട് നയത്തില് പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്നോട് സഹോദരൻ പറഞ്ഞ, ഉസ്താദേ എനിക്ക് കോടികളുണ്ട് ഉസ്താദ്. എന്താ പറഞ്ഞ? കോടികളുണ്ട് ഉസ്താദേ. എന്റെ പൊന്നുമോൾക്ക് അൽഹംദുലില്ലാഹ് 5 വഖത്ത് നിസ്കാരമുള്ള മോളാ ഉസ്താദേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഒരു വിവാഹം കൊണ്ടുവന്നു ഉസ്താദേ. ആദ്യമൊക്കെ സന്തോഷമായിരുന്നു. പക്ഷെ ഉസ്താദ് ഇപ്പൊ വല്ലാത്ത സങ്കടം വന്നു. എന്താ പ്രശ്നം? എന്താ? കോടീശ്വരനാ ഉസ്താദേ. എന്റെ മരുമകൻ നിസ്കരിക്കൂല ഉസ്താദേ. എന്താ പറയണേ? എന്റെ മരുമകൻ നിസ്കരിക്കൂല ഉസ്താദേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, ഒരിക്കലും പൈസ നോക്കി നിങ്ങൾ കെട്ടിക്കരുത്. കൊല്ലം ജില്ലയാ, സ്ത്രീധനം കൂടുതലാ. അല്ലാഹുവേ നീ കാത്തിരക്ഷിക്കട്ടെ റഹ്മാനെ. എന്നോടൊരു ചങ്ങാതി പറഞ്ഞ, ഉസ്താദെ കെട്ടുമെങ്കിൽ കൊല്ലത്ത് നിന്ന് കെട്ടണം. ഞാൻ എന്താണ് ചങ്ങാതി അത്? ഉസ്താദെ പെണ്ണും കിട്ടും, പണ്ടവും കിട്ടും, കാറും കിട്ടും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താ പറഞ്ഞേ? പെണ്ണും കിട്ടും, പണ്ടവും കിട്ടും, കാറും കിട്ടും. ചില ചങ്ങാതിമാർ 25 വയസ്സുള്ള ചില ചങ്ങാതിമാരുടെ ഗൂഗിളിലെ ഹിസ്റ്ററി എന്താ? ബലേനോക്ക് എത്ര മൈലേജ്, ഇന്നോവയ്ക്ക് എത്ര മൈലേജ് എന്ന് നോക്കിയെടുക്കുക. കാരണം എന്തേ? പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന കാറിന്റെ മൈലേജ് നോക്കി നടക്കുക ചില ആളുകൾ. സ്ത്രീധനം ചോദിച്ചു വാങ്ങാൻ പാടില്ല. സ്ത്രീധനം ചോദിച്ചു വാങ്ങാൻ പാടില്ല. അവരുടെ മക്കൾക്ക് അവരിന് 100 പവൻ തന്നാലും നിങ്ങൾ എന്തോണം? മേടിച്ചോണം. എന്നോട് സാധുവ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു, പൊന്നുമോള് മരിച്ചുപോയി. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ക്യാൻസർ ആയിരുന്നു. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ റബ്ബേ. ഞാൻ പേരും സ്ഥലവും ഒന്നും ഞാൻ പറയണില്ല. ചിലപ്പോ ആരെങ്കിലും കണ്ട് കേട്ടുപോകും, നാട്ടുകാരെ കേട്ടുപോകും. പഠിച്ചവനെ ഞാൻ ഒരു സ്ഥലത്തൊരു വാതിന് പോയപ്പോ പള്ളിയുടെ സെക്രട്ടറിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ വീട്ടിൽ ആരുമില്ല. എന്നോട് പറഞ്ഞു, ഉസ്താദ് അടുക്കളയിലേക്ക് പോരും, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോ ഐക്ക എനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെള്ളം കിളക്കാൻ ബാക്കിയുള്ളവരൊക്കെ എന്തേ? ഉസ്താദേ എന്റെ മോൾക്ക് ക്യാൻസർ ആ ഉസ്താദേ. എന്റെ മോൾക്ക് ക്യാൻസർ ഉസ്താദേ. എനിക്ക് കോടികളുണ്ട് ഉസ്താദേ. എനിക്ക് കോടികളുണ്ട് ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയത് ഉസ്താദേ. എന്റെ പൊന്നുമോൾക്ക് അവിടെ വെച്ച് ചെറിയൊരു ശ്വാസതടസ്സം വന്നു. ക്യാൻസർ ആ ഉസ്താദേ. എന്റെ ഭാര്യ അവിടെ നിൽക്കുക. ഞാൻ നിങ്ങളുടെ വാല് കേൾക്കാൻ വേണ്ടി ഉസ്താദേ, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാ, ഞാൻ അതിനു വേണ്ടി ലണ്ടനിൽ നിന്ന് വന്ന ഉസ്താദേ. എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ചങ്ങാതി കരഞ്ഞിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നുമോൾക്ക് ഞാൻ 100 പവൻ കൊടുത്താ കെട്ടിച്ചു ഉസ്താദേ. ഞങ്ങളുടെ നാട്ടിൽ സിറ്റിയിൽ 2 വലിയ ഫ്ലാറ്റുകൾ ഞാൻ എന്റെ മരുമോന് കൊടുത്തു. ഒരു ഇന്നോവ ക്രിസ്റ്റ കൊടുത്തു ഉസ്താദേ. എന്റെ പൊന്നുമോൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോ അവൻ എന്താ ചെയ്തെന്നറിയോ ഉസ്താദേ? അവള് കിടക്കുന്ന റൂമിന്റെ തൊട്ടപ്പുറത്തും മറയത്തിരുന്നിട്ട് അവൻ ഫോൺ ചെയ്യാ, ഉസ്താദേ ഇവളും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഇവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തിട്ട് നാട്ടിലേക്ക് വരുമെന്ന് ഒരു നട്ടലില്ലാത്ത ചെറുപ്പക്കാരൻ പറയുമ്പോ ഞാൻ പറയാ, ഒരിക്കലും പൈസ നോക്കിയിട്ട് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. കാരണം എന്തേ? നാളെ നിങ്ങളുടെ മക്കള് ഫാനിൽ എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടി തൂങ്ങേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നിസ്കാരമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കണം അല്ലെ? നിങ്ങളുടെ ജമാഅത്ത് ഏതാണ്? ഈ ജമാഅത്ത് അല്ലെ? ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കന്റെ വീട് കാണാൻ വരുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇവിടെ ഉണ്ടോ? അല്ലെ? ചെറുക്കന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരൂല്ലേ? ചെറുക്കൻ ഡീസന്റ് ആണോ, മുത്തക്കിയാണോ, ഇഖ്ലാസ് ഉള്ളവനാണോ, പള്ളിയിലെ ഖത്തീബാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വരാറുണ്ട്. ഞാൻ പറയാ, ഒരിക്കലും ചായക്കടയിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കരുത്. ഒരിക്കലും നിങ്ങൾ എന്നോടൊരു ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ കല്യാണം മുടക്കുന്ന ചായക്കടയിലുള്ള ചങ്ങാതിമാരെ ഉസ്താദ്, ഞാൻ കഞ്ചാവ് കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ വേപ്പില പോലും തിന്നാതെ ഉസ്താദ്, എനിക്ക് കഞ്ചാവ് കച്ചവടം എന്ന ഉസ്താദ് അവർ പറയണേ. മഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, പള്ളിയിലെ ഖത്തീബിനോട് വന്നിട്ട് ചോദിക്കണം ഇവൻ എങ്ങനെയുണ്ട്. പള്ളിയിലെ ഖത്തീബിനോട് വന്നിട്ട് ചോദിക്കണം, ഉസ്താദ് ഇവന്റെ ഫാമിലി എങ്ങനെയുണ്ട് ഉസ്താദേ? ഇവര് നല്ലവരാണോ, ദീനുള്ളവരാണോ, ഡിജെ പാർട്ടിക്കാരാണോ ഉസ്താദ് എന്ന് എന്ത് ചെയ്യണം? ഉസ്താദിനോട് ചോദിക്കണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വെറൈറ്റിയാ. കാരണം എന്തേ? കല്യാണം ഉറപ്പിക്കുന്ന ദിവസം ഉസ്താദ് എണ്ണീക്കുന്നതിന് മുമ്പ് ഉസ്താദിന്റെ റൂമിന്റെ വാതിക്കണ്ടാവും. ഉസ്താദ് എണ്ണീക്കുന്നതിന് മുമ്പ് ഉസ്താദിന്റെ റൂമിന്റെ വാതിക്കണ്ടാവും. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പള്ളിയുടെ റൂം ഇങ്ങനെ തുറന്നപ്പോ റൂമിന്റെ വാതിക്കൽ ഒരു ബുള്ളറ്റ് ഇരിക്കാം. അപ്പൊ ഞാൻ ഓർത്തു, റഹ്മാനെ ഇന്നലെ പെരുമ്പാവൂരായിരുന്നു വഴല്, ഇടി കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാം തടിയന്മാരാ അവിടുത്തെ ഉള്ളവര്, നിഷാദിനെ പോലത്തെ തടിയുള്ളവന്മാരെ. അപ്പൊ അടച്ച റഹ്മാനെ, ഞാനിങ്ങനെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ബുള്ളറ്റ് ഇരിക്കാൻ ഞാൻ പേടിച്ചു, എനിക്ക് തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പള്ളിക്കകത്തോട് നോക്കുമ്പോൾ പള്ളിക്കകത്ത് വല്ലാത്തൊരു പ്രകാശം, പഴയ പള്ളിയാണ്. ഞാനിങ്ങനെ പള്ളി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ അകത്തോട്ട് ചെല്ലുമ്പോ റമദാനിന് പോലും ഞാൻ ഓനെ എന്റെ വാപ്പാന്റെ പള്ളിയിൽ കണ്ടിട്ടില്ല. ഓൻ പള്ളിക്കകത്ത് എന്നിട്ട് ഖുർആൻ ഓതും. വെളുപ്പിന് 4:45 മണിക്കിരുന്ന് ഖുർആൻ ഓതും. ഞാൻ അവന്റെ ഇങ്ങനെ തോളത്തിൽ നിന്ന് കൈവച്ചപ്പോൾ പെട്ടെന്ന് പേടിച്ചു. കാരണം എന്താ? പള്ളിയാ. അവനോർത്തല്ല ജിന്നായിരിക്കും. ഇങ്ങനെ പുറകോട്ട് നോക്കി. നമ്മുടെ പേടിക്കണ്ട ഞാനാ.
ഞാൻ ചോദിച്ചോട്ടെ നിനക്ക് എന്നെ അറിയോ? കുഞ്ഞുമോനെ നിനക്ക് അറിയാലോ അല്ലേ? ഉസ്താദ് അറിയാം. ഞാൻ എന്താണ് ചങ്ങാതി ഇന്ന് നീ പള്ളിയിൽ നേരത്തെ ഒക്കെ വന്ന പള്ളിയിൽ റമദാനിൽ പോലും കയറാത്തവനാണല്ലോ. ഉസ്താദെ വേറെ ഒന്നുമല്ല, ഞാനത് നന്നാകാൻ തീരുമാനിച്ചു. എന്താ പറയണേ? ഞാൻ നന്നാകാൻ തീരുമാനിച്ചു. ചങ്ങാതി റമദാനിന് വന്നില്ലല്ലോ പള്ളിയിൽ. ഒന്നുമില്ല ഉസ്താദെ, ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓനോട് വെറുതെ ചോദിച്ചിട്ടാ ചങ്ങാതി നിന്റെ കല്യാണാലോചന എങ്ങനെ നടക്കണ ദിവസമാണ് ഇന്ന് വെറുതെ ചോദിച്ചു നോക്കി. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചോദിച്ചു. അവൻ പറയാ ഉസ്താദേ ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഞാൻ ഇനി നിസ്കാരം മുടക്കൂല. ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ എന്റെ സ്വഭാവം അന്വേഷിക്കാൻ പള്ളിയിൽ വരുമെന്നാ പറഞ്ഞിരിക്കണേ. അസറിന് വരും ഉസ്താദേ, എന്നെ പറ്റി നിങ്ങൾ ചീത്ത ഒന്നും പറയില്ല ഉസ്താദേ, നല്ലത് പറയണമെന്നൊരു ചെറുപ്പക്കാരൻ പറയുമ്പോ ചില ഉസ്താദന്മാരോടൊക്കെ വന്നിട്ട് ഈ പ്രായമുള്ള ഉസ്താദന്മാരാണെങ്കിൽ ഒരു സോപ്പ് ഇടും. ഉസ്താദ് അൽഫാം മേടിച്ചുതരാം, മന്തി മേടിച്ചുതരാം, ബൈക്ക് തരാം, കാറ് തരാം, ഡ്രസ്സ് എടുത്ത് തരാം, ഉസ്താദ് പൈസ തരാം, ശമ്പളം കൂട്ടി തരാം, കമ്മിറ്റി എന്തിനും ഞാൻ തരാം, വോച്ചറിൽ എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ചില ചെറുപ്പക്കാരുണ്ട്. ഞാൻ പറയാം ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഖൈറുണ്ടാകും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നേതാ ഖുർആൻ ഓതണം, രണ്ടേതാ നിസ്കരിക്കണം, മൂന്നേതാ പല ആളുകളും ചെയ്യാത്തൊരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, വാപ്പ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പോ അല്ലാഹു നീ ഖബർ വിശാലമാക്കണേ റബ്ബേ. ഉമ്മ മരിച്ചവരുണ്ടെങ്കിൽ ഖബർ കൈവക്കിയപ്പോ ഉമ്മ വിശാലം അല്ലെ, ഉമ്മ മരിച്ചു അല്ലാഹു നീ സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനെ. സാധുക്കൾ അല്ലാഹു ഉമ്മ നമ്മുടെ ജീവനാ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് വല്ലാത്ത ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു 10-15 ദിവസമായി. ഞാൻ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഡ്രസ്സൊന്നും ഇടാനില്ല. അപ്പൊ ഞാൻ എന്റെ വാപ്പാനെ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്, വാപ്പ ഇന്ന് കൊല്ലത്തെ പരിപാടി, ഞാൻ രാത്രി വരും, ഒന്ന് അലക്കിത്തറയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാപ്പാടെ കൊടുത്തു വിട്ട. ഇന്നിപ്പോ ഉമ്മ ഫോൺ വിളിച്ച് ഉമ്മക്ക് നല്ല പനിയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഉമ്മ എനിക്ക് നാളെ രാവിലെ വടകര പോകണം പരിപാടിക്ക്, അലക്കി തരൂലേ? മോനല്ലേ തന്നെ, ഞാൻ തരുമെന്ന് എന്റെ ഉമ്മ പറഞ്ഞു. നമുക്ക് എത്ര അസുഖം ഉണ്ടെങ്കിലും നമ്മുടെ ഉമ്മമാരെന്ത് ചെയ്യും, നമുക്ക് അലക്കി തരും. കേട്ടോ, മൂന്ന് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സ്വഹാബാ ആദരവാകുന്ന പ്രവാചകനന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനന്റെ പ്രിയമുള്ളവരെ പറയുകയാ, മാതാവിന്റെ പൊരുത്തം വാങ്ങുന്നവരാ, പിതാവിന്റെ പൊരുത്തം വാങ്ങുന്നവരാ. എന്നാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ. അതുകൊണ്ട് വാപ്പയെ തെറി പറയുന്ന മക്കളോട് പറയുകയാ, ഉമ്മയെ തെറി പറയുന്ന മക്കളോട് പറയുകയാ, വാപ്പയെ തല്ലുന്ന മക്കളോ, ഉമ്മയെ തല്ലുന്ന മക്കളോ, അവരോട് ഞാൻ പറയുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചുകൊണ്ട് തൗബ ചെയ്തോ. അവരുടെ പൊരുത്തമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ, ഗുരുത്വമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഈമാനോടെ മരിക്കൂല, ഇഖ്ലാസോടെ മരിക്കൂല. കഴിഞ്ഞ റമളാനില് ചാവക്കാടുള്ള ഒരു ഉമ്മയാ എന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞതാ, പ്രിയമുള്ള ഉസ്താദ് 50 വയസ്സുണ്ട് ഉസ്താദ്, വിധവയാ, ഭർത്താവില്ല, 22 വയസ്സുള്ളൊരു പൊന്നുമോനുണ്ട് ഉസ്താദ്. എന്റെ പൊന്നുമോനെ നോക്കാൻ ഞാനൊരു വേലക്കാരിയാ ഉസ്താദ്. നാട്ടിലുള്ള സമ്പന്നരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പാത്രമുണ്ടല്ലോ കഴുകുന്ന ജോലിയാ. നാദാ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ. മൺമറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബറ് വിശാലമാക്കണേ അല്ലോ, സ്വർഗം കൊടുക്കണേ അല്ലോ, സ്വർഗം കൊടുക്കണേ അല്ലാ. ആമീൻ പറഞ്ഞു, സ്വർഗം കൊടുക്കണേ അല്ലാ. സാധുവായ ഉമ്മയതാ പറയുകയാ, എന്റെ പൊന്നുമോനുണ്ടല്ലോ കള്ളു കുടിക്കുന്നവനാ, കള്ളു കുടിച്ചുകൊണ്ട് റമളാൻ മാസത്തില് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് എന്നെ അടിച്ചു ഉസ്താദ്, തൊഴിച്ചു ഉസ്താദ് എന്നൊരു സാധുവായ ഉമ്മ എന്റെ പ്രിയമുള്ളവരെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ സ്നേഹത്തോടു കൂടി പറയുകയാ, വാപ്പയുടെ പൊരുത്തമില്ലാതെ, ഉമ്മയുടെ പൊരുത്തമില്ലാതെ ആരെങ്കിലും ഒരാൾ വിട പറഞ്ഞു പോയാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ
വസല്ലം വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ മരിച്ചാൽ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുകയും ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഞാൻ ചോദിക്കട്ടെ, വാപ്പാന്റെ ഉമ്മയുടെയും ഖബറിന്റെ ചാരെ ആഴ്ചയിൽ 7 ദിവസം സിയാറത്ത് ചെയ്യാൻ പോണവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. ആഴ്ചയിൽ 7 ദിവസം ഉമ്മയുടെയും വാപ്പാന്റെ ഖബറിന്റെ ചാരെ 1 2 ഓക്കെ. അല്ലാഹുവേ ഞങ്ങളുടെ വാപ്പ ഉമ്മമാർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, വിശാലമാക്കണേ റബ്ബേ. ഡെയിലി പോകാൻ കഴിയുന്നൊരു ഡെയിലി പോകണം പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു പള്ളിയിൽ ഇങ്ങനെ എന്റെ വാപ്പയുടെ ജ്യേഷ്ഠന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയതാ. ആ സമയത്ത് എന്നോട് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ വാപ്പ മരിച്ചുപോയി, ഖബറിലേക്ക് വന്നിട്ടൊന്ന് ദുആ ചെയ്യുമോ? ഞാൻ പറഞ്ഞു ദുആ ചെയ്തു തരാം. അവൻ എന്റെ കൈ പിടിച്ചിട്ട് വാപ്പാന്റെ ഖബറിന്റെ ചാരത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോവാ. ഒരു 5 മിനിറ്റ് ഇവന്റെ വാപ്പാന്റെ ഖബർ ഇവൻ തപ്പുക. ഞാൻ ചോദിച്ചോടെ ചങ്ങാതി, വാപ്പയുടെ ഖബർ എവിടെ? ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് തപ്പേണ്ട അവസ്ഥ. വാപ്പാസ് ഖബർ എന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് തപ്പേണ്ട അവസ്ഥ. വാപ്പാന്റെ ഖബർ അറിയൂല. ഞാൻ ചോദിച്ചോടാ ചങ്ങാതി, എത്ര കൊല്ലമായി നിന്റെ വാപ്പ മരിച്ചിട്ട്? 18 കൊല്ലമായി. 18 കൊല്ലമായി. ഞാൻ ചോദിച്ചു, നീ നിന്റെ വാപ്പാന്റെ ഖബറിന്റെ ചാര അവസാനമായി വന്നതെന്ന? ഉസ്താദെ 12 കൊല്ലം മുമ്പാണ് എന്റെ വാപ്പയുടെ ഖബറിന്റെ ചാര അവസാനമായി വന്നത്. ഞാൻ ചോദിച്ച ചങ്ങാതി, ഇന്ന് നീ എന്റെ ഖബറിന്റെ ചാര വരാൻ കാരണം? ഉസ്താദെ ഞാനിന്ന് ദുബൈയിലേക്ക് പോവാ ഉസ്താദെ, പ്രവാസിയാകാൻ പോവാ. എല്ലാ പ്രവാസിമാരും ഗൾഫിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം വാപ്പയുടെ ഖബറിന്റെ ചാര വന്നിട്ട് അൽഫാത്തിഹ വിളിക്കുമല്ലോ ഉസ്താദെ. അതിനു വേണ്ടി വന്നതാണെന്നൊരു നട്ടലില്ലാത്ത ചെറുപ്പക്കാരൻ പറയുമ്പോ ഇവിടെ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്ത് നമുക്ക് വാങ്ങാൻ കഴിയണം. മരിച്ചിട്ട് ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല, ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കാൻ കഴിയണം. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ റബ്ബേ. ഞാനും നിങ്ങളും ഒക്കെ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകുന്നവരാ. വണ്ടി എടുത്ത് പുറത്തേക്ക് പോകുമ്പോ നമ്മുടെ സൈഡ് ഗ്ലാസ്സിലൂടെ വീടിന്റെ ഉമ്മറത്തേക്ക് നമ്മളൊന്ന് നോക്കണം. നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളെ നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരയുന്നുണ്ടാകും, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടാകും. ഈ മക്കളില്ലാത്തവര് പള്ളിയിലെ ഖത്തീബിനെ കൊണ്ടല്ല ദുആ ചെയ്യിക്കണ്ടേ? പരീക്ഷയിൽ വിജയിക്കേണ്ടവര് പള്ളിയിലെ ഖത്തീബിനെ കൊണ്ടല്ല ദുആ ചെയ്യിക്കണ്ടേ? വീട് വെക്കേണ്ടവര് പള്ളിയിലെ ഖത്തീബിനെ കൊണ്ടല്ല ആദ്യം ദുആ ചെയ്യിക്കണ്ടേ? വീട്ടിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് പറയണം, ഉമ്മ ഞാൻ ഇന്നൊരു ഇന്റർവ്യൂവിന് പോവാ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉമ്മ വാപ്പാ ഞാനൊരു പരീക്ഷയ്ക്ക് പോവാ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയോടും വാപ്പയുടെയും പൊരുത്തം മേടിച്ചിട്ട് നീ പരീക്ഷ എഴുതാൻ പോകും. ഇൻഷാ അല്ലാഹ് നിനക്കല്ലേ 10+ പിന്നെ വേറെ ആർക്ക് അല്ലാഹു കൊടുക്കുക. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദുആയിൽ ഞങ്ങൾക്ക് ഒരു ഇടം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പിന്നെ ചില മക്കൾക്ക് ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്, ചില മക്കൾക്ക് ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്. വാപ്പയെ ദജ്ജാലിനെ പോലെ കാണുന്ന ചില മക്കളുണ്ട്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വാപ്പയെ ദജ്ജാലിനെ പോലെ കാണുന്ന ചില മക്കളുണ്ട്. ആദരവാകുന്ന റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഉമ്മ സ്വർഗ്ഗത്തിന്റെ കവാടമാണെങ്കിൽ വാപ്പ സ്വർഗ്ഗത്തിന്റെ മധ്യ കവാടമാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുന്നിലത്തെ വാതിലൂടെ കേറിയാലും അല്ലേ, സിറ്റ് ഔട്ടിൽ ഒരു വാതിലുണ്ടാകും, അതാ ഉമ്മ. അത് തുറന്നാലും നിങ്ങളുടെ ബെഡ്റൂമിലെ വാതിലാരാ? അത് വാപ്പയാ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? വാപ്പയുടെ പൊരുത്തം വേണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ കണ്ടില്ലേ നല്ലത്, എന്റെ മോൻ എന്നോട് മിണ്ടൂലല്ലോ ഉസ്താദേ, അവനോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ ഉസ്താദൻ. ചില ആളുകൾ പറയും, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം, നരകത്തിൽ നിന്ന് കാവൽ നേടാൻ വേണ്ടി ഞാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യുന്നവരാ അല്ലേ? അവിടെ പള്ളി, ഇവിടെ നിങ്ങളുടെ പള്ളിയിൽ ജുമാ ഉണ്ടോ? അത് അവിടെയാണോ? അവിടെ നിങ്ങളുടെ മെയിൻ പള്ളിയിൽ ജുമാ ഉണ്ടാവും. ആ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. ഏതാ? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവര്, അല്ലാഹ് കത്തിച്ചലിക്കുന്ന നരകമുണ്ടല്ലോ, തരല്ലേ അല്ലാഹ്, കാവല് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരോട് പറയുകയാ. ഈ പറയുന്ന ഹദീസ് വല്ലാതെ അത്ഭുതപ്പെട്ട ഹദീസോ, ഒരുപാട് പേർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മാറ്റമുണ്ടായ ഹദീസാ. ഏതെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റം മിനന്നാർ. ആരെങ്കിലും ഒരാൾ ഉമ്മാക്ക് മുത്തം കൊടുത്താൽ ഉമ്മയുടെ നെറ്റിത്തടത്തില്, ഉമ്മയുടെ കവിൾ ഭാഗത്ത്, ഉമ്മയുടെ ചുണ്ടിന്റെ ഭാഗത്ത്, ഉമ്മയുടെ കവിൾ ഭാഗത്ത്, ഉമ്മയുടെ മുഖത്തിന്റെ ഭാഗത്ത് ആരെങ്കിലും ഒരാൾ മുത്തം കൊടുത്താൽ കാന ലഹു സിത്റം മിനന്നാർ, നരകത്തിൽ നിന്ന് കാവലാ, നരകത്തിൽ നിന്ന് കാവലാ. അതുകൊണ്ട് മുത്തം കൊടുത്തോ ചെറുപ്പക്കാരാ, മുത്തം കൊടുത്തോ ചെറുപ്പക്കാരാ. എന്നാൽ നരകത്തിൽ നിന്ന് അള്ളയുണ്ടല്ലോ കാക്കുന്നതാ. സൗഭാഗ്യം തരണേ അല്ലോ, സൗഭാഗ്യം തരണേ അല്ലോ.